ഞാൻ ജെറിൻ. എല്ലാവർക്കും ട്രിക്ടേണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മൾ ഇന്നു മുതൽ ഒരു വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ്. അതായത് SCERT ബുക്കുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുകയാണ്. ഇപ്പോൾ ഉള്ള PSC പരീക്ഷകളിൽ കൂടുതലും SCERT ബുക്കുകളിലെ മാത്സ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ള ടോപ്പിക്കുകൾ പഠിക്കണം, അതോടൊപ്പം തന്നെ SCERT ബുക്കുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവുക എന്നത് നമ്മുടെ ഒരു കടമയായി മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ മാത്സ് മുതൽ നമ്മൾ ഇന്ന് മുതൽ വർക്കൗട്ട് ചെയ്യുകയാണ്. ഈ 5ാം ക്ലാസ് മുതൽ തുടങ്ങുന്നതിനൊരു കാരണം കൂടെയുണ്ട്. 5ാം ക്ലാസ് മുതൽ തുടങ്ങുന്നതിൻ്റെ കാര്യം, ഇപ്പോൾ ഇനി വരാൻ പോകുന്ന വലിയ പരീക്ഷ 10ാം ക്ലാസ് യോഗ്യത വരെ ഉള്ളവരുടെ പ്രിലിംസ് എക്സാമാണ്. അപ്പോൾ ഈ 10ാം ക്ലാസ് യോഗ്യത വരെയുള്ളവരുടെ എക്സാമിൻ്റെ അകത്ത് LGSകാർ എഴുതുന്നുണ്ട്, LD ക്ലാർക്കിന് വേണ്ടി അപേക്ഷിച്ചവരും എഴുതുന്നുണ്ട്. രണ്ടു പേർക്കും ഒരേ പ്രിലിംസ് ആണ് എന്നാണ് നമുക്ക് ഇതുവരെ കിട്ടിയ ഒരറിവ്. അപ്പോൾ നമ്മൾ ഈ LGSന്റെ യോഗ്യത 7ാം ക്ലാസ് വരെയും LDയുടെ യോഗ്യത 10ാം ക്ലാസ് വരെയാണ്. പിന്നെ ഇപ്പോൾ തന്നിരിക്കുന്ന സിലബസിൻ്റെ അകത്തെല്ലാം വളരെ, അതായത് ഈ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സിലബസ് എല്ലാം വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഈ 5ലും 6ലും 7ലും ഒക്കെ ആയിട്ടാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ SCERT പുസ്തകത്തിൻ്റെ 5ാം ക്ലാസ് മുതൽ ഓരോ പാഠവും എടുക്കുന്നു. ആ പാഠത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ കഴിയുമോ അതെല്ലാം പഠിക്കുന്നു. കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസവും ഓരോ പാഠം എടുത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. അപ്പം എല്ലാവരോടും പറയാനുള്ള കാര്യം, ഇത് എല്ലാ ഞായറാഴ്ചയും നിങ്ങൾക്ക് ഈ സീരീസ് കാണാൻ കഴിയും, എല്ലാ ഞായറാഴ്ചയും. ഇനി നമ്മളിപ്പോൾ പ്രിലിംസിൻ്റെ ഒരു സിലബസ് പൊക്കോണ്ടിരിക്കുകയാണ് പാരലായിട്ട്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് തീരാറായി, ഒരു ക്ലാസ് കൂടെ ഉള്ളൂ. പ്രിലിംസിൻ്റെ ഒരു ടോപ്പിക് എന്നല്ല, പ്രിലിംസിനുള്ള ടോപ്പിക് ഏകദേശം ഒരു പകുതി കൂടുതലാവുമ്പോഴത്തേക്കിന് ഇത് ഞായറാഴ്ച മാത്രമല്ല, ശനിയാഴ്ചയും കൂടെ വരും. ശനിയും ഞായറുമായിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സംഖ്യാലോകം എന്ന് പറയുന്ന ആദ്യത്തെ പാഠമാണ്. ആ പാഠം നമ്മൾ എടുക്കുന്നു. ആ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുന്നു. അവിടെ നിന്ന് എത്രമാത്രം ചോദ്യം ചെയ്യാമോ അത്രമാത്രം കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ചോദ്യം ചെയ്തു മാറുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ എന്നെ കാണുന്നവർ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ അവർക്കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുക 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ പോർഷൻസ് ഒക്കെ. ഉറപ്പായിട്ടും പ്രയോജനപ്പെടും, അവർക്കിത് നന്നായി ഉപകാരപ്പെടുമെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരോടും ഒരു കാര്യം, ക്ലാസ് കാണുക, ഈ സംഖ്യാലോകം എന്ന് പറയുന്ന ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചു മാറുക. ദെൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോയിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ടെലിഗ്രാം ചാനൽ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ട്രിക്ടേൺ എന്ന് ടെലിഗ്രാമിൽ ക്യാപിറ്റൽ ലെറ്റർ സെർച്ച് ചെയ്താൽ മതി, ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ, എൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, അല്ലെ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒപ്പം എൻ്റെ ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് 5ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ പാഠമായ സംഖ്യാലോകത്തിലോട്ട് പോവാം. അപ്പോൾ മക്കളെ, നമ്മൾ ആദ്യം പഠിക്കുന്നത് വളരെ സിമ്പിളായ 2 കാര്യങ്ങളാണ്. ഏറ്റവും ചെറിയക്ക സംഖ്യയും ഏറ്റവും വലിയക്ക സംഖ്യയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് പറയുകയാണ്. ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 10. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 100. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 1000. ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 10000. 6 അക്ക സംഖ്യ വരുമ്പോൾ 1,00,000. ഇങ്ങനെ പോകും. അപ്പോൾ ഈ ചെറുത് പോകുന്നതിൻ്റെ ഒരു ഗുട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചെറിയ അക്കസംഖ്യ കാണാൻ പറഞ്ഞാൽ 1 എഴുതിയിട്ട് ബാക്കി അതനുസരിച്ച് 0 കൊടുത്താൽ മതി. 2 അക്കം ആവാൻ പറഞ്ഞാൽ 1 എഴുതുന്നു, 1 0. 3 അക്കം ആവാൻ പറഞ്ഞാൽ 1 എഴുതുന്നു, 2 0. എന്നാലേ 3 അക്കം ആവുള്ളൂ. അപ്പോൾ ചെറുതിൻ്റെ പരിപാടി മനസ്സിലായി കാണും. ഏറ്റവും ചെറിയ 8 അക്ക സംഖ്യ എഴുതാൻ പറഞ്ഞാൽ ഒന്നുമില്ല, 1 എഴുതിയിട്ട് നമ്മളൊരു 7 0 അങ്ങോട്ട് കൊടുക്കും. 1 2 3 4 5 6 7 0 കൊടുക്കും. എന്നാൽ മാത്രമേ അത് 8 അക്ക സംഖ്യ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ചെറിയ അക്ക സംഖ്യ കാണാൻ ഡയറക്റ്റായിട്ട് ചോദിച്ചില്ലേ പോലും വേറെ പല ക്വസ്റ്റ്യൻസിൻ്റെ അകത്തും ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും ചെറിയ അക്ക സംഖ്യ 2 അക്കമാണെങ്കിൽ 10, 3 അക്കമാണെങ്കിൽ 100, 4 അക്കമാണെങ്കിൽ 1000, 5 അക്കമാണെങ്കിൽ 10000, 6 അക്കമാണെങ്കിൽ 1,00,000. ഇനി ഇതേപോലെ വലിയ അക്ക സംഖ്യ എന്ന് പറയും. ഒന്നുമില്ല, എത്ര അക്കം ഉണ്ടോ അത്രയും പ്രാവശ്യം 9 കൊടുത്താൽ മതി. സിമ്പിൾ. ഒന്നാലോചിച്ച് നോക്ക്. ഏറ്റവും വലിയ 2 അക്ക സംഖ്യ 99. അത് കഴിഞ്ഞാൽ പിന്നെ 100 ആവും. അതിന് 3 അക്കം ഉണ്ട്.
ഏറ്റവും വലിയ 3 അക്ക സംഖ്യ 999. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ 9999. ഏറ്റവും വലിയ 5 അക്ക സംഖ്യ 99,999. ഏറ്റവും വലിയ 6 അക്ക സംഖ്യ 9,99,999 എന്ന് പറഞ്ഞങ്ങ് പോകും. അപ്പോൾ ഈ വലിയക്ക സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഗുട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിവിടെ ഉപയോഗിച്ചില്ലേ, ഡയറക്റ്റായിട്ട് ചോദിച്ചില്ലേ പോലും വലിയ പരീക്ഷകൾക്ക് ഉപയോഗിക്കേണ്ട വലിയ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഓർത്തോളാം, വലിയക്ക സംഖ്യ കാണാൻ എത്ര അക്കം ഉണ്ടോ അത്രയും പ്രാവശ്യം 9 കൊടുത്താൽ മതി. 2 അക്കമാണെങ്കിൽ 2 9, 3 അക്കമാണെങ്കിൽ 3 9, 4 അക്കമാണെങ്കിൽ 4 9 സെറ്റ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ജീവിതത്തിൽ മറക്കില്ല എന്ന് കരുതുന്നു. ചെറിയക്ക സംഖ്യയും വലിയക്ക സംഖ്യയും കാണാൻ. ചെറിയക്ക സംഖ്യ കാണാനായിട്ട് ഒന്നുമില്ല, 1 എഴുതുക. എത്ര അക്കം ഉണ്ടോ അത്ര അക്കം വരാനായിട്ട് അത്രയും പ്രാവശ്യം 0 കൊടുക്കുക. ഇപ്പം 5 അക്ക സംഖ്യ കാണാൻ പറഞ്ഞാൽ, ഏറ്റവും ചെറുത് കാണാൻ പറഞ്ഞാൽ 1 എഴുതി ബാക്കി 4 0 കൊടുക്കുക. 3 അക്ക സംഖ്യ കാണാൻ പറഞ്ഞാൽ 1 എഴുതി 3 അക്കം ആവാൻ പിന്നെയും 2 0 കൂടെ 2 0 കൊടുക്കുക. ഓക്കെ, ഇനി വലിയക്ക സംഖ്യ കാണാനായിട്ട് ഒന്നുമില്ല, എത്ര അക്കം ഉണ്ടോ അത്രയും പ്രാവശ്യം 9 അങ്ങ് കൊടുത്തോളുക. സെറ്റ്. അപ്പം അടുത്ത കാര്യത്തിലോട്ട് അടുത്ത കാര്യം 99,999 കൂടെ 1 കൂട്ടിയാൽ എത്ര കിട്ടും? ആ പുസ്തകത്തിലെ ഒരു ചോദ്യമായത്. അപ്പം ഇത് എങ്ങാണം പരീക്ഷയ്ക്ക് വരുവാണെങ്കിൽ നമ്മളിതിങ്ങനെ അക്കത്തിൽ നമ്മൾ സാധാരണ എഴുതുന്നത്. ഇത് ഈ അക്ഷരത്തിൽ എഴുതി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സംഭവമായതെന്ന്. ഒന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം. 99,999 കൂടെ 1 കൂട്ടിയാൽ 1,00,000 എന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. ഇനി അഥവാ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നെങ്കിൽ ഈ അക്ഷരത്തിൽ കിടക്കുന്ന സാധനത്തെ അക്കത്തിലോട്ടങ്ങ് മാറ്റുക. 99,999 കൂടെ 1 കൂട്ടുക. ഒന്നുകൂടെ 99,999 99,999 കൂടെ 1 കൂട്ടുക. 9 1 10 ശിഷ്ടം 1, 9 1 10 ശിഷ്ടം വീണ്ടും 1, 9 1 10 ശിഷ്ടം വീണ്ടും 1, 9 1 10 ശിഷ്ടം വീണ്ടും 1, പിന്നെ 9 വേറൊന്നും കൂട്ടാനില്ല. അപ്പോൾ ശിഷ്ടം വീണ്ടും 10 വന്നു. ശിഷ്ടം ഇനി എടുത്തെഴുതാനായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് 10 എന്ന് എഴുതി. അപ്പോൾ നമ്മുടെ ആൻസർ 1 എഴുതി 5 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ 1,00,000. സിമ്പിൾ. ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നിയാലും ഒന്നുമില്ല. 99,999 അത് അക്കത്തിൽ എഴുതിയാൽ ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ കൂടെ 1 കൂട്ടണം. 1 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും നമ്മുടെ ആൻസർ 1,00,000 സെറ്റ്. ഇതേപോലെ 2-3 ചോദ്യങ്ങൾ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയാലോ. 1,89,999 കൂടെ 3 കൂട്ടിയാൽ എത്ര കിട്ടും? ഇതിങ്ങനെ വിസ്തരിച്ച് എഴുതി വെച്ചേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. 1,89,999 കൂടെ 3 കൂട്ടണം. ഇതാണ് ചോദ്യം. അപ്പോൾ 1,89,999 നമ്മൾ ഇങ്ങനെ എഴുതി, അതിൻ്റെ കൂടെ 3 കൂട്ടണം. ഒന്നുമില്ല, 3 കൂട്ടാൻ 9 3 12 ശിഷ്ടം 1, 9 ശിഷ്ടമായ 1 കൂടെ ചേർത്ത് 10 ശിഷ്ടം 1, 10 ശിഷ്ടം 1, 10 ശിഷ്ടം 1, 8 1 കൂടെ ചേർത്ത് 9 1. അപ്പോൾ നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് കിട്ടി 1,90,002. ഓക്കെ, 1,90,002. അടുത്ത ചോദ്യം നോക്കിക്കേ. 70,911 കൂടെ 28 കൂട്ടിയാൽ എത്ര കിട്ടും? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ 70,911 നമുക്കൊന്ന് അക്കമായിട്ട് എഴുതാം. 70,300 എന്ന് പറഞ്ഞായിരുന്നു, ഇടയ്ക്ക് 3 കൊടുക്കായിരുന്നു. 70,000 അല്ലെങ്കിൽ 71,000 എന്ന് പറഞ്ഞു, 300 നല്ല 73,000 എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ 3 കൊടുക്കാമായിരുന്നു. വെറും 70,000 എന്ന് പറയുമ്പോൾ 70,000 0 കൊടുത്തു, 911. ഒന്നുകൂടെ 70,911 70,911 കൂടെ 28 കൂട്ടിയാൽ, ഇവരുടെ കൂടെ 28 കൂട്ടിയാൽ എത്ര കിട്ടും? 8 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 9 വന്നു, 2 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 3 വന്നു. ഈ 9 അതുപോലെ താത്രക്കി 0 എഴുതി 7 എഴുതി. മക്കളെ, നമ്മുടെ ആൻസർ 70,939 എന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു മോഡലിൽ അക്ഷരത്തിൽ എഴുതിയാലും കണ്ടിട്ട് ഭയങ്കര സംഭവമൊന്നും വിചാരിക്കേണ്ട. അത് അക്കത്തിലോട്ട് മാറ്റി കൂട്ടാനാണേ കൂട്ടി, കുറയ്ക്കാനാണേ കുറച്ചങ്ങ് എഴുതി വെച്ചാൽ മതി. സംഭവം സെറ്റാണേ, ഓക്കെ ആണേ. അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് ബാ. നിങ്ങൾ ഒരുപാട് കാണുന്ന വാക്കുകളാണ്
മില്യൺ, ബില്യൺ, ട്രില്യൺ എന്നൊക്കെ പറയുന്ന സാധനം. നമ്മൾ പ്രത്യേകിച്ച് ഈ യൂട്യൂബിൻ്റെ അകത്തൊക്കെ ഒരുപാട് കാണുന്ന വാക്കാണ് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്, 1M സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട് കുറേ. അപ്പോൾ ഈ മില്യണും ബില്യണും ട്രില്യണും ഒക്കെ എന്തുവാണെന്ന് നമുക്കൊരു സംശയം തോന്നാം. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മില്യൺ എന്താണ്, ബില്യൺ എന്താണ്, ട്രില്യൺ എന്താണ്. ഈ 3 വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഏതൊക്കെയാ? മില്യൺ, ബില്യൺ, ട്രില്യൺ. ഒന്നുകൂടെ പറഞ്ഞേ, മില്യൺ, ബില്യൺ, ട്രില്യൺ. മക്കളെ, മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. 1 മില്യൺ. നിങ്ങൾ കേട്ടിട്ടേ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാറുണ്ട്. 1 മില്യൺ. മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം. മിക്കവാറുമുള്ള വലിയ ചാനലുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് 1M സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞ്. മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം എന്നാണ്. ഇത് സാധാരണ ഒരുപാട് കാണുന്ന ഒരു കാര്യമാണ്. 1 മില്യൺ ഡാഷ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ലക്ഷമാണ്. 1 മില്യൺ എത്ര ലക്ഷമാണെന്ന് ചോദിച്ചാൽ 10 ലക്ഷമാണ്. ഓക്കെ, അടുത്തത് 1 ബില്യൺ. 1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കോടി എന്നാണ്. 100 കോടി. എന്താണ്? 100 കോടി. 100 കോടി. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ മിക്കവാറും ഈ സിനിമകളുടെയൊക്കെ ചർച്ചകൾ കാണാറുണ്ട് 100 കോടി കളക്ഷൻ, അല്ലെ 100 കോടി. 100 കോടിക്ക് പകരം പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് ബില്യൺ. എന്താണ്? ബില്യൺ. പിന്നെ മുതൽ 100 കോടി കളക്ഷന് പകരം നമുക്ക് പറയാം 1 ബില്യൺ എന്ന് പറയാം. അപ്പോൾ 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി. അടുത്തത് ട്രില്യൺ. ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കോടിയാണ്. 1 ലക്ഷം കോടി. കോടി തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ കോടികൾ ചേർത്ത് വെച്ച് 1 ലക്ഷം കോടിക്കാണ് 1 ട്രില്യൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 വാക്കുകൾ മനസ്സിലുണ്ടാവുമെന്ന് കരുതുന്നു. ഏതൊക്കെയാണ്? മില്യൺ, ബില്യൺ, ട്രില്യൺ. ഒന്നുകൂടെ, മില്യൺ, ബില്യൺ, ട്രില്യൺ. മില്യൺ കൂട്ടത്തിൽ ചെറുത് 10 ലക്ഷം. ബില്യൺ ആണെങ്കിൽ 100 കോടി. 100 കോടി. ഇനി ട്രില്യൺ ആണെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, 1 ലക്ഷം കോടി. അപ്പോൾ മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. ചിലപ്പോൾ അതിനെ 10⁻⁶ എന്നൊക്കെ എഴുതാറുണ്ട്. അതായത് 1 എഴുതി 6 പൂജ്യം. അതായത് 1 എഴുതി 6 പൂജ്യം. അതാണ് 10 ലക്ഷം. ഇനി ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി. ചിലപ്പോൾ അതിനെ 10⁹ എന്നൊക്കെ എഴുതാറുണ്ട്, കുറച്ചുകൂടെ വലിയ വലിയ ക്ലാസ്സുകളിലോട്ടൊക്കെ പോകുമ്പോൾ. ഇനി ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ലക്ഷം കോടി. എന്താണ്? 1 ലക്ഷം കോടി. 1 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ അതിനെ 10⁻12 എന്നൊക്കെ പറയാറുണ്ട്. 1 എഴുതി 12 പൂജ്യം ഒക്കെ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഈ കാര്യങ്ങൾ അത്രയും എന്നെ കാണുന്നവർ മനസ്സിലങ്ങ് പതിഞ്ഞോണം. ഇനി ആര് ചോദിച്ചാലും തെറ്റിപ്പോരുത്. മില്യൺ, ബില്യൺ, ട്രില്യൺ. കണ്ണടച്ചൊന്ന് ആലോചിച്ച് നോക്കി. മില്യൺ 1 ലക്ഷം, 10⁻⁶ വേണമെങ്കിൽ ഓർക്കാം. തെൻ ബില്യൺ എന്താണ്? 100 കോടി, 10⁻⁹ വേണമെങ്കിൽ ഓർക്കാം. ട്രില്യൺ 1 ലക്ഷം കോടി. കോടി തന്നെ വലുതാണ്. 100 കോടി അതിലും വലുതാണ്. പക്ഷെ ഇതെന്തുവാ? 1 ലക്ഷം കോടി. ട്രില്യൺ 10⁻12. 1 എഴുതി 12 പൂജ്യം എന്നൊക്കെ വേണേലും ഓർക്കാം. അപ്പം ഈ 3 കാര്യം ജീവിതത്തിൽ മറക്കത്തില്ല എന്ന് കരുതുന്നു. അപ്പം ഇതുപോലെ അടുത്തൊരു ചെറിയ കാര്യം നമുക്ക് നോക്കാം. ബാ, അടുത്തത് നിങ്ങൾ അധികം കേൾക്കാത്ത വളരെ വ്യത്യസ്തമായ ഒരു സാധനമാണ് ഞാൻ ഈ എഴുതി വെച്ചേക്കുന്നത്. ഗൂഗിൾ എന്ന് പറയും. ഗൂഗിൾ പുസ്തകത്തിൽ വലിയ ഒരു സ്ക്വയറിൻ്റെ അകത്തൊക്കെ ആക്കി ഇട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം കാണാതെ പഠിക്കാൻ പറ്റുന്നവരും ഓർക്കാൻ പറ്റുന്നവരൊക്കെ ഓർത്ത് വെക്കുക. വാക്കെന്താണ്? ഗൂഗിൾ. എന്താണ്? ഗൂഗിൾ. GOOGLE. ഗൂഗിൾ എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ 10⁻⁶ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ 1 എഴുതി അതിനകത്ത് 6 പൂജ്യമുണ്ട്. 10⁻⁵ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ 1 എഴുതി അതിനകത്ത് 5 പൂജ്യമുണ്ട്. 10⁻12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 എഴുതിയിട്ട് 12 പൂജ്യം ഒന്ന്. അപ്പോൾ ഈ 12 പൂജ്യം ആയിട്ടുള്ളൂ. ഇനി 1 കഴിഞ്ഞ് 100 പൂജ്യമുള്ള സംഖ്യ ആണെങ്കിലോ ഒന്നാലോചിച്ച് നോക്കി എത്രമാത്രം വലിയ സംഖ്യ ആയിരിക്കും. 1 കഴിഞ്ഞ് 0000 എന്നിങ്ങനെ ഒരു 100 പൂജ്യം ഉണ്ടെങ്കിൽ വലിയ ഒരു സംഖ്യ ആയിരിക്കും. കോടി കഴിഞ്ഞ് 100 കോടി കഴിഞ്ഞ് 1000 കോടി കഴിഞ്ഞ് അങ്ങനെ പോവും. നമുക്ക് എണ്ണാൻ പോലും ഇങ്ങനെ എണ്ണി നോക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെയുള്ള 1 കഴിഞ്ഞ് 100 പൂജ്യമുള്ള സംഖ്യയെ വിളിക്കുന്ന ആ വലിയ സംഖ്യയെ വിളിക്കുന്ന പേരാണ് ഗൂഗിൾ. GOOGLE. ഇപ്പോൾ ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലോർക്കണം, എടാ 1 കഴിഞ്ഞ് 100 പൂജ്യമുള്ള സംഖ്യ. ഒന്നുകൂടെ 1 കഴിഞ്ഞ് 100 പൂജ്യമുള്ള സംഖ്യ. ഒന്നുകൂടെ വൺസ് അഗൈൻ 1 കഴിഞ്ഞ് 100 പൂജ്യമുള്ള സംഖ്യ. 1938
എഡ്വേർഡ് കാസ്നർ എന്ന് പറയുന്ന ആളാണ് ഈ പേര് കൊടുത്തത്, ഗൂഗിൾ എന്ന പേര് കൊടുത്തത്. എന്നാണ് 1938 എഡ്വേർഡ് കാസ്നർ എന്ന് പറയുന്ന ആളാണ് ഗൂഗിൾ എന്ന പേര് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഈ ഗൂഗിൾ മറക്കത്തില്ല എന്ന് കരുതുന്നു. അപ്പോൾ ഗൂഗിളിനെ കുറിച്ച് നമുക്ക് 2 കാര്യങ്ങൾ പഠിച്ചാൽ മതി. എന്താണ് ഗൂഗിൾ? 1 കഴിഞ്ഞ് 100 പൂജ്യമുള്ള സംഖ്യ, ഇങ്ങനെ 1, 10, 100 ഇങ്ങനെ എണ്ണി നോക്കിയാൽ നമുക്ക് എണ്ണാൻ പോലും പറ്റത്തില്ല. കാര്യം 1 കഴിഞ്ഞ് എത്ര പൂജ്യമുണ്ട്? 100 പൂജ്യമുണ്ട്. ആ 1 കഴിഞ്ഞ് 100 പൂജ്യമുള്ള സംഖ്യയെ വിളിക്കുന്ന പേരാണ് ഗൂഗിൾ. 1938 എഡ്വേർഡ് കാസ്നർ എന്ന് പറയുന്ന ആളാണ് ഈ പറയുന്ന ഗൂഗിൾ എന്ന് പറയുന്ന പദം കണ്ടുപിടിച്ചത്, ആ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ ഗൂഗിൾ എന്താണ്? 1 കഴിഞ്ഞ് 100 പൂജ്യം. 1 കഴിഞ്ഞ് എത്ര പൂജ്യം? 100 പൂജ്യം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇനി ചില സ്ഥലത്ത് 100,000 എന്നൊരു വാക്ക് ഉപയോഗിക്കും. 100,000 ചില വാക്കുകൾ കാണുമ്പോൾ നമ്മൾ തപ്പും. ഒരവസരം കിട്ടുമ്പോൾ പറയുന്നതേ ഉള്ളൂ. 100,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1,00,000 എന്നാണ് ഉദ്ദേശിക്കുന്നത്. 10,000 എന്ന് പറയാറുണ്ട് പലരും. 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 എന്നാണ്. 10,000, 10,000, 10,000, 10,000 എന്ന് പറഞ്ഞാൽ 1000 × 10, 10,000. ഇനി ചിലർ എന്തോ 100,000 എന്ന് പറയും. 1000 × 100 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 1,00,000. അപ്പോൾ ഈ 100,000 എന്നൊരു വാക്ക് എവിടെ കേട്ടാലും ഓർത്തോളാം, അത് 1,00,000 എന്നാണ്. 100,000 എന്നൊരു വാക്ക് എവിടെ കേട്ടാലും ഓർത്തോളാം, അത് 1,00,000 എന്നാണ്. ഒരവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ 10,000 വരുമ്പോൾ അത് 10,000 ആവും. 100,000 വരുമ്പോൾ 100 × 1000 ചെയ്ത് നോക്കിക്കോളാം, 1,00,000 വരും. അപ്പോൾ 100,000 എന്നൊരു വാക്ക് നിങ്ങൾ എവിടെ കേട്ടാലും അത് എത്ര ലക്ഷമാണ്? 1,00,000 ഓക്കെ, ഒരവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകാം. അടുത്തത് ഒരു വലിയ കാര്യത്തിനുള്ള ചെറിയൊരു തുടക്കമാണ്. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. 2 ഉദാഹരണങ്ങളൂടെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു തരാം. ശ്രദ്ധയോടെ കേൾക്കണം. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ മോഡലിൽ. 47 എന്ന സംഖ്യയിലെ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര 2 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് 47 എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്. ആ 47 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? അത്രേ ഉള്ളൂ. അപ്പോൾ 4ഉം 7ഉം മാത്രമേ ഉള്ളൂ 47. ആ 4ഉം 7ഉം നമുക്ക് തോന്നിയ പോലെ 2 പ്രാവശ്യം 4, 2 പ്രാവശ്യം 7 അങ്ങനൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇതിലെ അക്കങ്ങളൊന്നും ആവർത്തിക്കാൻ പാടില്ല. പിന്നെ അതിലെ അക്കങ്ങളെല്ലാം വരികയും വേണം. ഇപ്പം 47 2 അക്കമേ ഉള്ളൂ. ആ 2 അക്കം വെച്ച് ഉണ്ടാക്കുന്ന സംഖ്യ എല്ലാം 2 അക്ക സംഖ്യകളായിരിക്കും. എത്ര 2 അക്കം എന്ന് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ആവർത്തിക്കരുത്. അതിനകത്ത് 4 പിന്നെയും 2, 3 പ്രാവശ്യം ഒന്നും എഴുതാൻ പാടില്ല. അപ്പോൾ ഉണ്ടാകുന്നതെല്ലാം 2 അക്കേ ആവത്തുള്ളൂ. അത് വേറെ കാര്യം. 47 എന്ന സംഖ്യയിലെ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? അല്ല, എത്ര 2 അക്ക? 47 തന്നെ ഒരു സംഖ്യയാണ്. പിന്നെ ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ 47 തിരിച്ചിട്ട് 74 എന്ന് എഴുതാം. ഇത് വേറൊരു സംഖ്യ. വേറെ ഏതെങ്കിലും ഒരു സംഖ്യ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? ഒന്നാലോചിച്ച് നോക്ക്. 47ൻ്റെ അകത്ത് 4 ഉണ്ട്, 7 ഉണ്ട്. ഈ 4ഉം 7ഉം വരികയും വേണം. പിന്നെ 4ഉം 7ഉം അടുപ്പിച്ചടുപ്പിച്ച് അല്ല 2, 3 പ്രാവശ്യം ഉപയോഗിക്കാനും പാടില്ല. അപ്പോൾ ഒന്ന് 47 തന്നെ എഴുതാം, ഒരു സംഖ്യ അതാണ്. പിന്നെ ഒരെണ്ണം ഇത് ഇപ്പുറത്തിട്ട് 74 എന്ന് എഴുതാം. അപ്പോൾ എത്ര സംഖ്യ ഉണ്ടാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും 2 സംഖ്യ ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യത്തിലോട്ട് പോകാം. 587 എന്ന സംഖ്യയിലെ 2 പ്രാവശ്യം എഴുതേണ്ട കാര്യമില്ല, എനിക്ക് എഴുതിയപ്പോൾ പറ്റിയാണ്. 587 എന്ന സംഖ്യയിലെ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അതായത് 587 എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്. ആ സംഖ്യയിൽ 5 ഉണ്ട്, 8 ഉണ്ട്, 7 ഉണ്ട്. ഈ 5 2 പ്രാവശ്യം വരാൻ പാടില്ല, 8 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒന്നും വരാൻ പാടില്ല. നമുക്ക് തോന്നിയ പോലെ കൊടുക്കാൻ പാടില്ല. 5, 8, 7 അതിനകത്ത് ഉണ്ടാവണം. അങ്ങനെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? ഇതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് എഴുതി നോക്കിയേ. 587 ഒരു സംഖ്യയാണ്. പിന്നെ 5 എഴുതി, ഈ 7 8 തിരിച്ചെഴുതിയ 578 വേറൊരു സംഖ്യയായി. പിന്നെ ഇനി ഞാൻ 8 ആദ്യം കൊടുക്കുകയാണെങ്കിൽ 8, 5, 7 857 ഒരു സംഖ്യയാണ്. ഇനി 8 ആദ്യം കൊടുക്കുകയാണെങ്കിൽ 7, 5 ഇങ്ങനെ എഴുതാം, 875 ഒരു സംഖ്യയാണ്. അപ്പോൾ 5ൽ തുടങ്ങുന്ന 2 സംഖ്യ കണ്ടുപിടിച്ചു, 8ൽ തുടങ്ങുന്ന 2 സംഖ്യ കണ്ടുപിടിച്ചു. ഇനി 7ൽ തുടങ്ങുന്ന സംഖ്യ കണ്ടുപിടിക്കുക. 7 ആദ്യം എഴുതി, പിന്നെ 8, 5 എന്ന് എഴുതി, പിന്നെ 7 വീണ്ടും ആദ്യം എഴുതി, പിന്നെ 8, 5 എന്ന് എഴുതുന്നതിന് പകരം 5, 8 എന്ന് എഴുതി. ഇതിലെ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ എഴുതാൻ പറ്റും? 5ൽ തുടങ്ങുന്ന 2 എണ്ണം ഉണ്ട്, 8ൽ തുടങ്ങുന്ന 2 എണ്ണം ഉണ്ട്, 7ൽ തുടങ്ങുന്ന 2 എണ്ണം ഉണ്ട്. അങ്ങനെ മൊത്തം എത്ര എണ്ണം? 6 എണ്ണം ഉണ്ട്. ഇതാണ് ഇത് ശരിക്കും എഴുതുന്ന രീതി. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഒരു 2 അക്ക സംഖ്യയിലെ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര സംഖ്യ ഉണ്ടാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞാൽ
2ന്റെ ഫാക്ടോറിയൽ എന്ന് പഠിച്ചാൽ മതി. എന്നെ കാണുന്ന 5ാം ക്ലാസ്സിലെ കുഞ്ഞു കുട്ടികൾ ഇത്ര ഓർക്കുക, ഈ 2ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, 1 × 2 എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1 തുടങ്ങി 2 പ്രാവശ്യം, 2 വരെ. അപ്പോൾ 2 അക്കം ഉള്ള എത്ര സംഖ്യകൾ അല്ലെ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം, 2 അക്കമുള്ള സംഖ്യയിൽ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ 2ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2. ഇനി 587 എന്ന സംഖ്യയിൽ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര 3 അക്കം. അപ്പം 3 അക്കമുള്ള ഒരു സംഖ്യയിൽ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം അക്കങ്ങൾ ആവർത്തിക്കാതെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 അക്കമായോണ്ട് 3ന്റെ ഫാക്ടോറിയൽ എന്ന് പഠിച്ചാൽ മതി. 3ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 വരെ, 0 കൊടുക്കരുത്. 3 ഫാക്ടോറിയൽ മീൻസ് 1 × 2 × 3. 4 ഫാക്ടോറിയൽ മീൻസ് 1 × 2 × 3 × 4. 1 × 2 2, 2 × 3 6. അപ്പം 3 അക്കമുള്ള സംഖ്യകളാണെങ്കിൽ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ 6 സംഖ്യകൾ ഉണ്ടാക്കാൻ കഴിയും. ഇതിങ്ങനെ എഴുതി നോക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ ബ്രീഫായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരട്ടെ, നോക്കാം. അപ്പോൾ സിമ്പിളായി ഇത്രയേ ഉള്ളൂ. ഒരു 2 അക്കമുള്ള സംഖ്യയിലെ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ 2ന്റെ ഫാക്ടോറിയൽ. അതായത് 2ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 വരെ. ഒരു 3 അക്കമുള്ള സംഖ്യയിലെ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ 3ന്റെ ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ കണ്ടിട്ട് പേടിക്കണ്ട, 1 തുടങ്ങി 2 × 3, 1 × 2 × 3 ആണ് 3ന്റെ ഫാക്ടോറിയൽ. ഇനി ഒരു 4 അക്കമുള്ള സംഖ്യയിലെ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ 4ന്റെ ഫാക്ടോറിയൽ. 4ന്റെ ഫാക്ടോറിയൽ എന്തുവാ? 1 × 2 × 3 × 4. അടുത്തത് ഒരു 5 അക്കമുള്ള സംഖ്യയിലെ അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രാവശ്യം ഒന്നും എഴുതാതെ ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 5 സംഖ്യകളും വരുന്നതുകൊണ്ട് 5 അക്ക സംഖ്യ ആയിരിക്കുമല്ലോ. എത്ര സംഖ്യകൾ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ 5ന്റെ ഫാക്ടോറിയൽ. 5ന്റെ ഫാക്ടോറിയൽ മീൻസ് 1 × 2 × 3 × 4 × 5. ഇനി ഒരു 10 അക്കമുള്ള സംഖ്യയാണെങ്കിൽ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? 10ന്റെ ഫാക്ടോറിയൽ. n അക്കമുള്ള സംഖ്യയാണെങ്കിൽ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? n-ന്റെ ഫാക്ടോറിയൽ. ഇനി ഒരു 8 അക്കമുള്ള സംഖ്യയിലെ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ 8ന്റെ ഫാക്ടോറിയൽ. അപ്പോൾ ഇത് സിമ്പിളായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2 അക്കമുള്ള സംഖ്യകളാണെങ്കിൽ എത്ര സംഖ്യ? 2ന്റെ ഫാക്ടോറിയൽ. 2ന്റെ ഫാക്ടോറിയൽ എന്താണെന്ന് നമുക്കറിയാം. 4 അക്കമുള്ള സംഖ്യകളാണെങ്കിൽ എത്ര സംഖ്യ? 4ന്റെ ഫാക്ടോറിയൽ. 4ന്റെ ഫാക്ടോറിയൽ മീൻസ് 1 × 2 × 3 × 4. സംഭവം സിമ്പിൾ. അപ്പോൾ ഇതുപോലെ ചോദിച്ചിട്ടുള്ള ഒരു 2-3 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 4872 എന്ന സംഖ്യയിലെ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോഴേ ഓർത്തോണം 4872 ആടാ 4 അക്ക സംഖ്യ. ഈ 4 അക്ക സംഖ്യയിലെ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ 1 2 4 അക്ക സംഖ്യ. 4ന്റെ ഫാക്ടോറിയൽ. 4ന്റെ ഫാക്ടോറിയൽ കണ്ട് വലിയ സംഭവം എന്ന് വിചാരിക്കേണ്ട. 1 × 2 × 3 × 4 വരെ, ഇതാണ് 4ന്റെ ഫാക്ടോറിയൽ. 1 × 2 2, 2 × 3 6, 6 × 4 24 ആണ് നമ്മുടെ ആൻസർ. നിങ്ങൾ ഇങ്ങനെ എഴുതി നോക്കി എല്ലാം വന്നാലും 24 വരെ ഉള്ളൂ. അടുത്ത ചോദ്യം 5 3 1 4 7 53147 എന്ന സംഖ്യയിലെ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോഴേ നമുക്കറിയാം 53147 എന്ന് പറയുന്നത് ഒരു 5 അക്ക സംഖ്യയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. 1 2 3 4 5 ഒരു 5 അക്ക സംഖ്യയിലെ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ 5ന്റെ ഫാക്ടോറിയൽ. 5ന്റെ ഫാക്ടോറിയൽ കണ്ട് വലിയ സംഭവം എന്ന് കരുതണ്ട. 1 × 2 × 3 × 4 × 5. 1 × 2 2 ആണ്, 2 × 3 6 ആണ്, 6 × 4 24 ആണ്, 24 × 5 24 × 10 240 ആണ്. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി 120. നമ്മുടെ ആൻസർ വളരെ സിമ്പിളായിട്ട് കിട്ടും 120. ഒരു 2 എണ്ണം നോക്കാം. അപ്പം ഞാൻ ചോദ്യം വലിച്ചു വാരി എഴുതിയിട്ടില്ല. ചോദ്യം എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കുക. 798 എന്ന സംഖ്യയിലെ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? അപ്പോഴേ ഓർക്കുക, 798 1 2 3 ഒരു 3 അക്ക സംഖ്യ. 3 അക്ക സംഖ്യയിലെ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര എണ്ണം ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ 3ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3. 1 × 2 × 3 നമ്മുടെ ആൻസർ 6. സിമ്പിൾ. അടുത്തത് 2,58,639 ഇതാണ് സംഖ്യ. ഈ സംഖ്യയിലെ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? ഇതാണ് ചോദ്യം. അപ്പോഴേ ഓർക്കുക, ഇത് എത്ര അക്കമുള്ള സംഖ്യ? 1 2 3 4 5 6 6 അക്കമുള്ള സംഖ്യയാണ്. ഒരു 6 അക്കമുള്ള സംഖ്യയിലെ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ 6ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 × 5 × 6. 1 × 2 2, 2 × 3 6, 6 × 4 24, 24 × 5 24 × 10 120, സോറി 240. 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി 120.
120 × 6, 120 × 6, 12 × 6, 12 × 5 60, 12 × 6 72, 72 0 കൂടെ ചേർത്ത് ചെയ്ത് നോക്കിക്കോളാം. നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് കിട്ടും 720 സെറ്റ്. അപ്പോൾ അടുത്ത കാര്യത്തിലോട്ട് പോകാം. അപ്പോൾ അടുത്തത് വലിയൊരു കാര്യത്തിൻ്റെ ചെറിയൊരു തുടക്കമാണ്. ശ്രദ്ധയോടെ കേൾക്കുക. 38,541. ഇതിലെ സംഖ്യകൾ ഇതിലെ അക്കങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് 38,541 3ഉണ്ട്, 8ഉണ്ട്, 5ഉണ്ട്, 4ഉണ്ട്, 1ഉണ്ട്. ഇത്രയും അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഇവന്മാരെ 2 3 പ്രാവശ്യം ഒന്നും എഴുതാൻ പാടില്ല, ആവർത്തിക്കാൻ പാടില്ല. വലിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, ഇത് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ മതി. ചെറിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ മതി. മീൻസ് ഒന്നുമില്ല, വലിയ സംഖ്യ ചോദിച്ചാൽ ഇതിനകത്തിലെ അക്കങ്ങൾ വലുതിൽ നിന്ന് ചെറുതിലോട്ട്, ചെറിയ സംഖ്യ ചോദിച്ചാൽ ഇതിലെ അക്കങ്ങൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതിയാൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതിനകത്തിലെ വലിയ സംഖ്യ ചോദിച്ചാൽ കൂട്ടത്തിലെ വലിയ അക്കം 8 ആണ്, അത് കഴിഞ്ഞിട്ട് 5 ആണ്, അത് കഴിഞ്ഞിട്ട് 4 ആണ്, അത് കഴിഞ്ഞിട്ട് 3 ആണ്, അത് കഴിഞ്ഞിട്ട് 1 ആണ്. ഇത് ഉപയോഗിച്ചുണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 85,431. ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ഇത് അസെൻഡിങ് ഓർഡറിൽ എഴുതുക, ആരോഹണ ക്രമം, ചെറുതിൽ നിന്ന് വലുതിലോട്ട്. ഏറ്റവും ചെറുത് 1 ആണ്, അത് കഴിഞ്ഞ് വരുന്നത് 3 ആണ്, അത് കഴിഞ്ഞ് 4 ആണ്, അത് കഴിഞ്ഞിട്ട് 5 ആണ്, അത് കഴിഞ്ഞിട്ട് 8 ആണ്. 13,458. സിമ്പിൾ. അപ്പോൾ ഒരു സംഖ്യ തന്നിട്ട് അതിൽ നിന്നുണ്ടാക്കാൻ കഴിയുന്ന വലിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ അക്കങ്ങൾ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതിയാൽ മതി. ചെറിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ അക്കങ്ങൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതിയാൽ മതി. ആ ചെറിയ സംഖ്യക്കകത്തൊരു ചെറിയ ട്വിസ്റ്റ് മുമ്പോട്ട് പോകുമ്പോൾ വരുന്നുണ്ട്, നമുക്കത് പറഞ്ഞു തരാം. നമുക്ക് ഇതുപോലൊരു 2 3 ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാ മക്കളെ, ഈ ചോദ്യത്തിൻ്റെ ശ്രദ്ധിക്കുക. 8,69,123 എന്ന സംഖ്യ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ. വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുതിലോട്ട്. ഏറ്റവും വലിയ അക്കം 9, അത് കഴിഞ്ഞിട്ട് 8, അത് കഴിഞ്ഞിട്ട് 6, അത് കഴിഞ്ഞിട്ട് 3, അത് കഴിഞ്ഞിട്ട് 2, അത് കഴിഞ്ഞിട്ട് 1. ഇതാണ് ഇതിൽ നിന്നുണ്ടാക്കാവുന്ന വലിയ സംഖ്യ. ചെറിയ സംഖ്യ ചോദിച്ചാലോ ആരോഹണ ക്രമം, ചെറുതിൽ നിന്ന് വലുതിലോട്ട്. 1 2 3 6 8 9. സിമ്പിൾ. ഇനി അടുത്തത് 4,581 നിന്നുണ്ടാക്കാവുന്ന വലിയ സംഖ്യയും ചെറിയ സംഖ്യയും. വലിയ സംഖ്യ ചോദിച്ചാൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട്. വലുത് 8 ആണ്, പിന്നെ 5 ആണ്, പിന്നെ 4 ആണ്, 1 ആണ്. ചെറിയ സംഖ്യ ചോദിച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട്. അപ്പോൾ 1 ആണ്, പിന്നെ ഏറ്റവും ചെറുത് 4 ആണ്, പിന്നെ 5 ആണ്, പിന്നെ 8 ആണ്. 1458. മനസ്സിലായേ? അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് നോക്കാം. ചോദ്യം ഇതാണ്. 2,89,016 എന്ന സംഖ്യയിലെ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ചെറിയ സംഖ്യ. വലിയ സംഖ്യയ്ക്ക് കുഴപ്പമൊന്നുമില്ല, വളരെ ശ്രദ്ധയോടെ കേൾക്കുക. വലുതിൽ നിന്ന് ചെറുതിലോട്ട്. ഏറ്റവും വലിയ അക്ക 9, അത് കഴിഞ്ഞിട്ടുള്ള വലുത് 8, അത് കഴിഞ്ഞിട്ടുള്ള വലുത് 6, അത് കഴിഞ്ഞിട്ടുള്ള വലുത് 2, അത് കഴിഞ്ഞിട്ടുള്ള വലുത് 1, അത് കഴിഞ്ഞിട്ട് 0. ഇതിൽ നിന്നുണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലുത് ഇതാണ്. ഇനി ഏറ്റവും ചെറുതെന്ന് പറയുമ്പോൾ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് അതിനകത്ത്. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഏറ്റവും ചെറുതെന്ന് പറയുമ്പോൾ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഏറ്റവും ചെറിയ സംഖ്യ കാണാനായിട്ട് ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകണം. ഏറ്റവും ചെറുത് നമുക്ക് എല്ലാവർക്കും അറിയാം 0 ആണ്. മക്കളെ, 0യിൽ ഒരു സംഖ്യ തുടങ്ങത്തില്ല. അപ്പോൾ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താന്ന് ചോദിച്ചാൽ ഈ 0 വരുന്ന സംഖ്യകളാണെങ്കിൽ, അല്ലെങ്കിൽ 0 അക്കമായി വരുന്ന സംഖ്യകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ 0 കഴിഞ്ഞിട്ടുള്ള ചെറുത് ആരാന്ന് ആദ്യം നോക്കണം. 0 കഴിഞ്ഞിട്ടുള്ള ചെറുത് ആരാ? 1. ദെൻ രണ്ടാമത് വേണം 0 എഴുതാൻ. ഒന്നുകൂടെ പറയുന്നു, 0 വരുവാണെങ്കിൽ ഏറ്റവും ചെറുതെടുക്കുമ്പോൾ 0യിലാണ് തുടങ്ങേണ്ടത്. പക്ഷെ 0യിൽ ഒരു നമ്പർ തുടങ്ങാത്തത് കൊണ്ട് 0 കഴിഞ്ഞിട്ടുള്ള ചെറുത് 1 ആണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വേണം 0 എഴുതാൻ. ഓക്കെ, ഒന്നുകൂടെ 0 വരുവാണെങ്കിൽ 0 കഴിഞ്ഞിട്ടുള്ള ചെറിയ അക്കം ആദ്യം എഴുതി 1, അത് കഴിഞ്ഞ് രണ്ടാമത് വേണം 0 എഴുതാൻ. 0 വരുന്ന കേസിൽ ചെറിയ അക്കം കണ്ടുപിടിക്കുമ്പോൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ബാക്കി പഴയ പോലെ തന്നെ 1 0 ആയി. ഇനി കൂട്ടത്തിൽ ഏറ്റവും ചെറുതാരാ? 2. 1 0 കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കൂട്ടത്തിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആയി. അത് കഴിഞ്ഞിട്ടുള്ള ചെറുതെന്ന് പറഞ്ഞാൽ 6, അത് കഴിഞ്ഞിട്ടുള്ള ചെറുതെന്ന് പറഞ്ഞാൽ 8, അത് കഴിഞ്ഞിട്ടുള്ള ചെറുതെന്ന് പറഞ്ഞാൽ 9. അപ്പോൾ നമ്മുടെ ആൻസറായി 1,02,689.
അപ്പോൾ ഈ 0 വരുന്ന ഈ കേസ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഒരു ഉദാഹരണം കൂടെ കാണിക്കാം. 30,812 30,812 ഇവിടെ നിന്നുണ്ടാക്കാവുന്ന വലിയ സംഖ്യ, കുഴപ്പമൊന്നുമില്ല. ഏറ്റവും വലുത് 8, അത് കഴിഞ്ഞിട്ടുള്ള വലുത് 3, അത് കഴിഞ്ഞിട്ടുള്ള വലുത് 2, അത് കഴിഞ്ഞിട്ടുള്ള വലുത് 1, 0. ഇതാണ് ഇവിടെ നിന്നുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ 83,210. ചെറിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചെറുത് 0 പക്ഷെ 0 നമ്മൾ എഴുതാത്തത് കൊണ്ട്, ആദ്യം പറയാത്തത് കൊണ്ട് ആദ്യം 1 എഴുതി, അത് കഴിഞ്ഞ് രണ്ടാമത് വേണം 0 എഴുതാൻ. ഓക്കെ, അപ്പോൾ 0 വരുമ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ എഴുതുമ്പോൾ രണ്ടാമതേ 0 എഴുതാവൂ. ഇനി 0 കഴിഞ്ഞിട്ടുള്ള ചെറുതിൽ വേണം തുടങ്ങാൻ. 0 ആദ്യം കൊടുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് 0 കഴിഞ്ഞാൽ ഏറ്റവും ചെറുത് 1 1 എഴുതി അതിന് ശേഷം വേണം 0 എഴുതാൻ. ഇത് മറക്കരുത്. ബാക്കി പഴയ പോലെ തന്നെ. ബാക്കി പഴയ പോലെ 1ഉം 0ഉം കഴിഞ്ഞാൽ കൂട്ടത്തിൽ ചെറുത് 2, അത് കഴിഞ്ഞാൽ കൂട്ടത്തിൽ ചെറുത് 3, അത് കഴിഞ്ഞാൽ കൂട്ടത്തിൽ ചെറുത് 8. വളരെ സിമ്പിളായി നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇതുപോലെ 2, 3 നമുക്ക് നോക്കി അങ്ങ് സെറ്റായിട്ട് വാ. അടുത്തത് 407856 വലിയ സംഖ്യ വേണം. വലുതിൽ നിന്ന് ചെറുതിലോട്ട് 8, 7, 6, 5, 4, 0. ഇതിൽ നിന്നുണ്ടാക്കാവുന്ന ചെറിയ സംഖ്യ. ഇപ്പോൾ ഏറ്റവും ചെറുത് എന്തായാലും 0. പക്ഷെ നമ്മളത് കൊടുക്കത്തില്ല. കാര്യം 0ത്തിൽ സംഖ്യകൾ തുടങ്ങത്തില്ല. അപ്പോൾ അതിന് മുമ്പ് അത് കഴിഞ്ഞ് വരുന്ന ചെറുത് 4. ദെൻ രണ്ടാമത് വേണം 0 കൊടുക്കാൻ. ചെറുത് എഴുതുമ്പോൾ 0 ഒരു അക്കമായിട്ട് വരുവാണെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും ചെറുത് എന്തായാലും നമുക്കറിയാം 0, അത് നമ്മൾ പക്ഷെ 0 എപ്പോഴും രണ്ടാമതേ വരുള്ളൂ. ചെറുത് എഴുതുമ്പോൾ മാത്രം. അപ്പോൾ 4 ചെറുതാണ്, അത് ആദ്യം എഴുതി, രണ്ടാമത് 0, പിന്നെ 5, പിന്നെ 6, പിന്നെ 7, ഇത് 8. വലിയ സംഖ്യ ചോദിച്ചാൽ ഇത്, ചെറിയ സംഖ്യ ചോദിച്ചാൽ ഇത്. ഇനി ചിലപ്പോൾ നിങ്ങളോട് ഈ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ അങ്ങ് കുറച്ച് വെക്കുക. ചിലപ്പോൾ നിങ്ങളോട് വലിയ സംഖ്യയും ചെറിയ സംഖ്യയുടെയും തുകയായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ വേണേലും ചോദിക്കാം. അപ്പോൾ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ അത് കൂട്ടി വെച്ചാൽ തുകയാവും, കുറച്ച് വെച്ചാൽ വ്യത്യാസമാവും. ഓക്കെ ആണ്. ഇനി ഇവിടെ ഒന്നുണ്ടാക്കാവുന്ന വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലോട്ട് ഏറ്റവും വലുത് 8. അപ്പോൾ നമ്മൾ ആലോചിക്കും, എടാ 8 2 പ്രാവശ്യം എഴുതിയല്ലോ. കുഴപ്പമില്ല, 8 2 പ്രാവശ്യം ഉണ്ടല്ലോ, 2 പ്രാവശ്യം എഴുതിക്കും. 8, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വലുത് 5, അത് കഴിഞ്ഞിട്ട് വലുത് ഏറ്റവും ചെറുത്, അങ്ങനെയാ പോകുന്നത്. വലുത് അപ്പോൾ 1. ദെൻ ഏറ്റവും ചെറിയ സംഖ്യ വേണം. ഒന്നുമല്ല മക്കളെ, ഏറ്റവും ചെറിയ അക്ക 1, അത് കഴിഞ്ഞിട്ടുള്ള ചെറുത് 5, അത് കഴിഞ്ഞിട്ടുള്ള 8 2 പ്രാവശ്യം ഉണ്ടായിട്ട് 2 പ്രാവശ്യം എഴുതിക്കോളാം, വേറെ പ്രശ്നമൊന്നുമില്ല. 1588. കാര്യം 8 ഒരു പ്രാവശ്യമായിട്ട് എഴുതാൻ പറ്റത്തില്ലല്ലോ, 2 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ 2 പ്രാവശ്യം അത് വന്നേ പറ്റുള്ളൂ. അടുത്തത് 39,684 വലുത് വേണം. വലുതിൽ നിന്ന് ചെറുതിലോട്ട് 9, 8, 6, 4, 3. ചെറുത് വേണം. ചെറുതിൽ നിന്ന് വലുതിലോട്ട് 3, 4, 6, 8, 9. ഓക്കെ, വളരെ സിമ്പിളാണ് എന്ന് കരുതുന്നു. അപ്പോൾ ഒരു സംഖ്യ തന്നിട്ട് അതിലെ അക്കങ്ങൾ ഉപയോഗിച്ചുള്ള വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കാണാൻ പറഞ്ഞാൽ വളരെ സിമ്പിളായി. വലുതിന് ഏറ്റവും അതിലെ അക്കങ്ങൾ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതുക. ചെറുതിന് അതിലെ അക്കങ്ങൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുക. ഓക്കെ, പക്ഷെ 0 വരുന്ന കേസിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുത് എഴുതുമ്പോൾ മാത്രം 0 ആദ്യം കൊടുക്കരുത്. ആദ്യം 0 കഴിഞ്ഞിട്ടുള്ള ചെറുത് എഴുതിയ ശേഷം രണ്ടാമത് മാത്രമേ 0 കൊടുക്കാവൂ. ബാക്കി പഴയ പോലെ തന്നെ, ബാക്കി അതനുസരിച്ചുള്ള ചെറുതങ്ങ് എഴുതി പോയാൽ മതി. ഇനി 2 പക്കങ്ങൾ ഇപ്പോൾ 8, 8, 7, 7 2 പ്രാവശ്യം ഓരോന്നൊക്കെ വരുവാണെങ്കിൽ നിങ്ങളത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ എത്ര പ്രാവശ്യം ഉണ്ട് അതുപോലെ എഴുതിക്കോളാം. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത കാര്യത്തിലോട്ട് അടുത്ത ചെറിയൊരു കാര്യം, വളരെ ചെറിയൊരു കാര്യം ബോർഡിൽ എഴുതിയിട്ടുണ്ട്. പാലിൻഡ്രോം നമ്പേഴ്സ് എന്ന് പറയും. പാലിൻഡ്രോം നമ്പേഴ്സ്, മലയാളത്തിൽ അവരെ ഇരുവഴി സംഖ്യകൾ എന്ന് പറയും. കുറച്ച് പാലിൻഡ്രോം നമ്പേഴ്സാണ് ഞാൻ ഈ ബോർഡിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് എന്ന് പറയാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവും. പാലിൻഡ്രോം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യക്തമായ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ മുമ്പോട്ടും പിമ്പോട്ടും ഒരുപോലെ വായിക്കാൻ കഴിയുന്ന സംഖ്യകളെയാണ് പാലിൻഡ്രോം നമ്പേഴ്സ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ തിരിച്ചെഴുതിയാലും അത് തന്നെ വരുന്ന സംഖ്യകളെയാണ് പാലിൻഡ്രോം നമ്പേഴ്സ് എന്ന് പറയുന്നത്. നോക്ക്, ഇത് അങ്ങോട്ട് വായിക്കുകയാണെങ്കിൽ 36,863. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വായിക്കാലും 36,863 എന്ന് വരും. അതായത് തിരിച്ചെഴുതിയാലും സെയിം ആയിട്ട് വരുന്ന സംഖ്യകളെയാണ് പാലിൻഡ്രോം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. തിരിച്ചൊന്ന് എഴുതി നോക്കിയത് 3686 3. അടുത്ത് 212. ഇവിടെ നിന്നും തിരിച്ചെഴുതിയാലും നമുക്ക് എന്ത് തന്നെ വരുള്ളൂ, 212. ഇനി ഇതൊന്നും തിരിച്ചെഴുതി നോക്കിയേ, 5, 4, 8,
4 5. അങ്ങോട്ട് വായിക്കുമ്പോഴും 54,845 തിരിച്ചെഴുതിയിട്ട് വായിക്കുമ്പോഴും എന്ത് തന്നെയാണ്? 54,845. ഇതുകൂടെ ഒന്ന് തിരിച്ചെഴുതിക്കേ. 4114 തിരിച്ചെഴുതിയാൽ 4 1 1 4. അപ്പോൾ അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും സെയിം ആയിട്ട് വരുന്ന സംഖ്യകളെയാണ് പാലിൻഡ്രോം നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരുവഴി സംഖ്യകൾ എന്ന് പറയുന്നു. ഓക്കെ, അല്ലെങ്കിൽ വ്യക്തമായി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തിരിച്ചെഴുതിയാലും സെയിം കിട്ടുന്ന സംഖ്യകളെയാണ് പാലിൻഡ്രോം നമ്പേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് ജീവിതത്തിൽ മറന്നു പോകരുത്. ചെറിയ ഒരു കാര്യമാണ്, എന്നാലും ഓർക്കണം. എവിടെങ്കിലും വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് പാലിൻഡ്രോം നമ്പർ എന്നൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഓർക്കേണ്ട ഇത്രയും കാര്യം: പാലിൻഡ്രോം നമ്പേഴ്സ്, മലയാളത്തിൽ ഇരുവഴി സംഖ്യകൾ. പാലിൻഡ്രോം നമ്പേഴ്സ്, മലയാളത്തിൽ ഇരുവഴി സംഖ്യകൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ വായിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ തിരിച്ചെഴുതിയാലും സെയിം ആയിട്ട് വരുന്ന സംഖ്യകളെയാണ് പാലിൻഡ്രോം നമ്പേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ വളരെ വ്യത്യസ്തമായ വേറൊരു നമ്പറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നോക്കാം, ബാ. അടുത്തത് നമ്മുടെ കുഞ്ഞു കുട്ടികളും മത്സര പരീക്ഷ എഴുതുന്നവരും ഒക്കെ കേൾക്കാൻ വളരെ സാധ്യത കുറവായ ഒരു കാര്യമാണ്. അതിങ്ങനെയാണ് അതിനെ പറയുന്നത്: കാപ്രേക്കർ സ്ഥിരസംഖ്യ. വൺസ് അഗെയിൻ ഒന്നുകൂടെ പറയുന്നു: കാപ്രേക്കർ സ്ഥിരസംഖ്യ. ഇംഗ്ലീഷിൽ അവരെ കാപ്രേക്കർ നമ്പർ എന്ന് പറയാറുണ്ട്. ഇംഗ്ലീഷിൽ KAPREKAR നമ്പർ. കാപ്രേക്കർ സ്ഥിരസംഖ്യ. ഒന്നുകൂടെ, കാപ്രേക്കർ സ്ഥിരസംഖ്യ. അതെന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു സംഖ്യയാണ്. അത് എന്നെ കാണുന്നവരങ്ങ് കാണാതെ പഠിച്ചോളുക. ഇതെങ്ങനെ വന്നു എന്ന് ഞാൻ പറയാം. 6174 എന്ന സംഖ്യയാണ് കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്ന് പറയുന്നു. ഏത് സംഖ്യയാണ്? 6174. മഹാരാഷ്ട്രയിലെ അധ്യാപകനായ ഒരു ഗണിതശാസ്ത്രജ്ഞനൊക്കെ ആയ കാപ്രേക്കർ എന്ന് പറയുന്ന ആൾ കണ്ടുപിടിച്ചതാണ് ഈ നമ്പർ 6174. അതുകൊണ്ടാണ് ഈ നമ്പറിനെ കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതെന്താണെന്ന് ഞാൻ പറയാം. സിമ്പിളായി ഇത്രയേ ഉള്ളൂ. ഞാൻ ഉദാഹരണം ഇട്ട് കാണിക്കാം, എന്നാലും പറയാണ്. സിമ്പിളായി ഇത്രയേ ഉള്ളൂ. വ്യത്യസ്ത അക്കങ്ങളുള്ള ഒരു 4 അക്ക സംഖ്യ. ഒന്നുകൂടെ പറയുന്നു: പല പല അക്കങ്ങളുള്ള 4 അക്ക സംഖ്യ. ഒന്നും ആവർത്തിച്ച് വരാൻ പാടില്ല, എല്ലാം വ്യത്യസ്തമായിരിക്കണം. വ്യത്യസ്ത അക്കങ്ങളുള്ള ഒരു 4 അക്ക സംഖ്യ എടുക്കുന്നു. എന്നിട്ട് അത് ആരോഹണത്തിലും അവരോഹണത്തിലും എഴുതുന്നു. എന്നിട്ട് അതിൻ്റെ വ്യത്യാസം എടുക്കുന്നു. ആ വ്യത്യാസമായിരിക്കും കാപ്രേക്കർ സ്ഥിരസംഖ്യ. അതാണ് 6174. നിങ്ങൾക്കത് മനസ്സിലാവും. ഒന്നുകൂടെ ഞാൻ പറയാം. വ്യത്യസ്ത അക്കങ്ങൾ, അതായത് എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള അക്കങ്ങളുള്ള 4 അക്ക സംഖ്യ ഒരെണ്ണം എടുക്കുക. അത് ആരോഹണത്തിലും അവരോഹണത്തിലും എഴുതുക. എന്ന് പറഞ്ഞാൽ മുമ്പേ നമ്മൾ എഴുതിയ പോലെ അതിലെ അക്കങ്ങൾ ചെറുതിൽ നിന്ന് വലുതിലോട്ടും വലുതിൽ നിന്ന് ചെറുതിലോട്ടും എഴുതുക. എന്നിട്ട് അവരുടെ വ്യത്യാസം എടുക്കുക. ആ കിട്ടുന്ന വ്യത്യാസമാണ് കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്ന് പറയുന്നു. അത് 6174. കാണാതെ പഠിച്ചോളൂ, 6174. നമുക്കൊരു 2 ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ ഒരു 2 സംഖ്യകൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കാപ്രേക്കർ സ്ഥിരസംഖ്യ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്തായിരുന്നു ഞാൻ പഠിപ്പിച്ച്? വ്യത്യസ്ത അക്കങ്ങളുള്ള 4 അക്ക സംഖ്യകൾ. കണ്ടോ, 8 2 3 5 എല്ലാം സെയിം ആയിട്ട് ഒരക്കം പോലും വരുന്നില്ല, എല്ലാം വ്യത്യസ്തമാണ്. 4 1 7 6 സെയിം ആയിട്ട് ഒരക്കം പോലും വരുന്നില്ല, എല്ലാം വ്യത്യസ്തമാണ്, 4 അക്കമാണ്. വ്യത്യസ്ത അക്കങ്ങളുള്ള 4 അക്ക സംഖ്യകൾ. ഓക്കെ, അവ ആരോഹണത്തിലും അവരോഹണത്തിലും അല്ലെ അവരോഹണത്തിലും ആരോഹണത്തിലും വലുതിൽ നിന്ന് ചെറുതിലോട്ടും ചെറുതിൽ നിന്ന് വലുതിലോട്ടും എഴുതാം നമുക്ക്. ഇനി അതിലെ അക്കങ്ങൾ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതിയാൽ 8 5 3 2. ഇനി ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതിയാൽ 2 3 5 8. അപ്പോൾ വ്യത്യസ്ത അക്കങ്ങളുള്ള ഒരു 4 അക്ക സംഖ്യ. ആ 4 അക്ക സംഖ്യ വലുതിൽ നിന്ന് ചെറുതിലോട്ടും ചെറുതിൽ നിന്ന് വലുതിലോട്ടും എഴുതി. അതിനുശേഷം നമ്മൾ അവരുടെ വ്യത്യാസം എടുത്തു. 12ൽ നിന്ന് 8 പോയാൽ അത് 4. കാര്യം 2ൽ നിന്ന് 8 പോകത്തില്ല. അപ്പോൾ ഇവിടുന്ന് 1 കൊടുത്താൽ 12ൽ നിന്ന് 8 പോയാൽ 4. ഇവിടെ 2. 1 അവിടോട്ട് കൊടുക്കുക. 12ൽ നിന്ന് 5 പോയാൽ അത് 7. ഇനി ഇവിടെ 4 ഉള്ളൂ. 4ൽ നിന്ന് 3 പോയാൽ അത് 1. 8ൽ നിന്ന് 2 പോയാൽ അത് 6. കിട്ടിയത് എന്തുവാ? 6174 എന്ന് പറഞ്ഞ കാപ്രേക്കർ സംഖ്യ. കണ്ടോ? അപ്പൊ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഈ 6174നെയാണ് കാപ്രേക്കർ സംഖ്യ എന്ന് പഠിച്ചത്. അപ്പൊ ഇതേപോലെ നമുക്കൊരു ഉദാഹരണം കൂടെ നോക്കാം. 4176 വ്യത്യസ്തമായ സംഖ്യയാണ്. വ്യത്യസ്തമായ അക്കങ്ങളുള്ള ഒരു 4 അക്ക സംഖ്യയാണ്. അവരെ വലുതിൽ നിന്ന് ചെറുതിലോട്ട് 7
6 4 1. ചെറുതിൽ നിന്ന് വലുതിലോട്ട് 1 4 6 7. ഇനി അവരുടെ വ്യത്യാസം എടുത്തു. 1 7 പോകത്തില്ല, അപ്പോൾ 1 ഇവിടെ കൊടുത്തു. 11 7 പോയാൽ 4. ഇനി എത്രയാ? 3. 13 6 പോയാൽ 7. നോക്ക്, 13 നിന്ന് 6 പോയാൽ ഇവിടെ ഇനി 5 ഉള്ളൂ. 5 4 പോയാൽ 1. ഇവിടെ 7 1 പോയാൽ 6. കിട്ടിയത് എന്തുവാ? 6174. കാപ്രേക്കർ സംഖ്യ തന്നെ. അപ്പൊ കാപ്രേക്കർ സംഖ്യ എന്താണെന്ന് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? വ്യത്യസ്ത അക്കങ്ങളുള്ള ഒരു 4 അക്ക സംഖ്യ. ആ 4 അക്ക സംഖ്യയിലെ അക്കങ്ങൾ വലുതീന്ന് ചെറുതിലോട്ടും ചെറുതീന്ന് വലുതിലോട്ടും എഴുതി അവരുടെ വ്യത്യാസം എടുത്തു. ആ വ്യത്യാസം നമുക്ക് കിട്ടുന്നത് 6174 ആയിരിക്കും. ആ 6174നെയാണ് കാപ്രേക്കർ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ആലോചിക്കും, എപ്പോഴും 6174 കിട്ടുവോടാ എന്നാലോചിക്കും. ഇനി കിട്ടാത്തത് കൊണ്ട് എന്നാലും പിന്നെയും ആ 6174 നമ്മൾ എത്തിക്കും. നമുക്ക് അതുപോലെ ഒരു ഉദാഹരണം നോക്കാം. അടുത്ത ഒരു സംഖ്യ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, 3421. നോക്ക്, വ്യത്യസ്തമായ ഒരു 4 അക്ക സംഖ്യയാണ്. ആ 4 അക്ക സംഖ്യയെ എന്തായിരുന്നു കാപ്രേക്കർ സംഖ്യയിലോട്ട് മാറ്റാൻ? കാപ്രേക്കർ സംഖ്യ 6174 നമുക്കറിയാം. അതങ്ങനെ കിട്ടണമെങ്കിൽ ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞത് എന്തായിരുന്നു? ആ വ്യത്യസ്തമായ 4 അക്ക സംഖ്യയെ വലുതിൽ നിന്ന് ചെറുതിലോട്ടും ചെറുതിൽ നിന്നും വലുതിലോട്ടും എഴുതി വ്യത്യാസം എടുക്കുമ്പോൾ നമുക്ക് 6174 കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് എഴുതിയെന്ന് നോക്കാം. 3421 ഡിസെൻഡിങ് ഓർഡർ വലുതിന്ന് ചെറുതിലോട്ട് എഴുതിയപ്പോൾ 4321 വന്നു. എഴുതി നോക്കിക്കോളാം. അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ 1234 വന്നു. പക്ഷെ അവരുടെ വ്യത്യാസം എടുത്തപ്പോൾ കുറച്ച് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 3087. അപ്പോൾ നമ്മൾ ആലോചിക്കും, അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ലല്ലോ. അദ്ദേഹം പറയുന്ന 6174 വരുമെന്നാണല്ലോ. പക്ഷേ ഈ വ്യത്യാസം കിട്ടിയത് 3087 ആണല്ലോ. അപ്പോൾ അത് തെറ്റല്ലേ എന്നൊക്കെ ചിന്തിക്കും. മക്കളെ, അദ്ദേഹം പറയുന്നത് എപ്പോഴെങ്കിലും ഈ വ്യത്യാസം 6174 വരുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കുറയ്ക്കുമ്പോൾ തന്നെ 6174 വരും. ചിലപ്പോൾ ഈ പ്രോസസ്സ് 2 3 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴായിരിക്കും 6174 വരുന്നത്. ചിലപ്പോൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ 6174 വരും. കേൾക്കുമ്പം ഭയങ്കര സംഭവം എന്ന് വിചാരിക്കേണ്ട, ജസ്റ്റ് ഒന്നൊരു മനസ്സിലാക്കി വെക്കുക, ഒരു ഐഡിയ, അത്രേ ഉള്ളൂ. ഈ 3087 കിട്ടിയില്ല, കാര്യം കിട്ടേണ്ട 6174. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ 3087 വെച്ച് ഈ സെയിം പരിപാടി റിപ്പീറ്റ് ചെയ്യണം. സെയിം പരിപാടി. 3087 വ്യത്യസ്തമായ 4 അക്ക സംഖ്യയാണ്. ആദ്യം അതിനെ ഡിസെൻഡിങ് ഓർഡർ വലുതിന്ന് ചെറുതിലോട്ട് എഴുതി 8 7 3 0. ഇനി അസെൻഡിങ് ഓർഡർ ചെറുതിന്ന് വലുതിലോട്ട്. ഏറ്റവും ചെറുത് 0 പിന്നെ 3 പിന്നെ 7 പിന്നെ 8. ഇവിടെ വരുമ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ചെറിയൊരു സംശയം തോന്നാം, സാറേ 0 വരുമ്പോൾ ആദ്യം 3 എഴുതിയിട്ടല്ലേ 0 വരണ്ടേ? അതെവിടെയായിരുന്നു ചോദ്യം? ചെറിയ സംഖ്യയും വലിയ സംഖ്യയും കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണെങ്കിൽ 0 വരുന്ന കേസിൽ ചെറിയ സംഖ്യ കാണാനായിട്ട് 0 നമ്മൾ ആദ്യം എഴുതത്തില്ല. 0 ആദ്യം വരാത്തത് കൊണ്ട് എന്താണ്, അത് കഴിഞ്ഞിട്ടുള്ള ചെറിയ സംഖ്യയായ 3 0 എഴുതി. അങ്ങനെയാണ് നമ്മൾ അവിടെ പഠിച്ചത്. അതും ഇതും കൂടെ മിക്സ് ആക്കി ഒരുമാതിരി അവിയൽ വരുവാക്കരുത്. നമ്മൾ ആദ്യം ഡിസെൻഡിങ് ഓർഡർ എഴുതി വലുതിന്ന് ചെറുതിലോട്ട്, ദെൻ അസെൻഡിങ് ഓർഡർ എഴുതി. ഒരു സംഖ്യയായിട്ട് മാറ്റുമല്ല, അസെൻഡിങ് ഓർഡർ എഴുതുമ്പോൾ ആദ്യം ഏറ്റവും ചെറുത് 0, ദെൻ അത് കഴിഞ്ഞിട്ടുള്ള ചെറുത് 3, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചെറുത് 7, പിന്നെ 8. അവരുടെ വ്യത്യാസം എടുത്തു. അവരുടെ വ്യത്യാസം എടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് 8352 അല്ല, കാപ്രേക്കർ സംഖ്യ അല്ല. കാപ്രേക്കർ സംഖ്യ 6174. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ സെയിം സംഖ്യ കൊണ്ട് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. 8352 വ്യത്യസ്തമായ ഒരു 4 അക്ക സംഖ്യയാണ്. ആ സെയിം പരിപാടി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഡിസെൻഡിങ് വലുതിൽ നിന്ന് ചെറുതിലോട്ട് 8 5 3 2. അസെൻഡിങ് എഴുതുമ്പോൾ 2 3 ചെറുതിൽ നിന്ന് വലുതിലോട്ട് 5 8. അവരുടെ വ്യത്യാസം എടുത്തു. 12 8 പോയാൽ 4. ഇവിടെ 3 2 ഉള്ളൂ. 12 5 പോയാൽ 7. 4 3 പോയാൽ 1. 8 2 പോയാൽ 6. നമ്മുടെ ആൻസർ 6174 കിട്ടി. കാപ്രേക്കർ സംഖ്യ ഏതായിരുന്നു? 6174. അപ്പം 3 പ്രാവശ്യം, ആദ്യം 1 കിട്ടിയില്ല, രണ്ടാമൊന്നും കിട്ടിയില്ല, മൂന്നാമത്തെ സ്റ്റെപ്പിൽ മൂന്നാമത്തെ പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്തപ്പോൾ 6174 കിട്ടി. ചിലപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ കിട്ടും, ചിലപ്പോൾ 2 പ്രാവശ്യം ചെയ്യുമ്പോൾ കിട്ടും, ചിലപ്പോൾ 10 പ്രാവശ്യം ചെയ്താലും കിട്ടത്തില്ല, പക്ഷെ എപ്പോഴേലും കിട്ടും എന്നാണ് കാപ്രേക്കർ പറയുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങളുടെ അറിവിലേക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങളൊരു വ്യത്യസ്തമായ 4 അക്ക സംഖ്യ എടുത്ത് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കും.
നമ്പേഴ്സിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. നമ്പേഴ്സുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കാപ്രേക്കർ സംഖ്യ എന്ത്? കാപ്രേക്കർ ഇംഗ്ലീഷിൽ KAPREKAR കാപ്രേക്കർ നമ്പർ എന്ന് പറയും. കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്നും മലയാളത്തിൽ പറയും. കാപ്രേക്കർ കോൺസ്റ്റന്റ്. അപ്പോൾ ഇത് മഹാരാഷ്ട്രയിലുള്ള ഒരു ഗണിതശാസ്ത്രജ്ഞനായ അധ്യാപകനായ കാപ്രേക്കർ എന്ന് പറയുന്ന ആൾ കണ്ടുപിടിച്ച ഒരു നമ്പറാണ്. ആ നമ്പർ എന്ന് പറയുന്നത് 6174. ഇത്രയെങ്കിലും പഠിക്കുക. കാപ്രേക്കർ സ്ഥിരസംഖ്യ, കാപ്രേക്കർ നമ്പർ. ഗണിതശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരനായ മഹാരാഷ്ട്രയിലെ അധ്യാപകനായ കാപ്രേക്കർ എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, ആ നമ്പർ കൃത്യമായിട്ട് പഠിക്കുക. 6174. എങ്ങനെയാണ് ആ നമ്പർ വന്നത്? വ്യത്യസ്തമായ ഒരു നാലക്ക സംഖ്യ, വ്യത്യസ്തമായ അക്കങ്ങളുള്ള ഒരു നാലക്ക സംഖ്യ. അത് ആരോഹണവും അവരോഹണവുമായി എഴുതുന്നു. അതിലെ അക്കങ്ങൾ വലുതിൽ നിന്ന് ചെറുതിലോട്ടും ചെറുതിൽ നിന്ന് വലുതിലോട്ടും എഴുതുന്നു. അവരുടെ വ്യത്യാസം എടുക്കുന്നു. ആ വ്യത്യാസം 6174 ആയിരിക്കും. ഇനി അത് കിട്ടിയില്ലെങ്കിൽ ആ കിട്ടിയ സംഖ്യ വെച്ച് റിപ്പീറ്റ് ചെയ്യുക. എപ്പോഴേലും നമുക്ക് കിട്ടും 6174. മിനിമം ഇത്രയെങ്കിലും പഠിക്കുക. സെറ്റാണേ. അടുത്ത കാര്യത്തിലോട്ട് പോവേ. മക്കളെ നോക്കിക്കേ, വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്, എന്നാൽ തെറ്റിപ്പോവാൻ വളരെ സാധ്യതയുള്ള കാര്യം. അക്കങ്ങളുടെ തുകയും അക്കത്തുകയും. കേൾക്കുമ്പം വളരെ വിചിത്രമായിട്ട് തോന്നും. അക്കങ്ങളുടെ തുക എന്താണ്? അക്കത്തുക. മക്കളെ, അക്കങ്ങളുടെ തുകയും അക്കത്തുകയും കാണാനായിട്ടൊന്നുമില്ല. ഇപ്പം 385 എന്ന് പറയുന്ന സംഖ്യ, അതിലെ അക്കങ്ങളുടെ തുക എന്താണെന്ന് ചോദിച്ചാൽ അതിലെ അക്കങ്ങൾ 3, 8, 5 അതങ്ങ് കൂട്ടുക. അതാണ് അക്കങ്ങളുടെ തുക. 3, 8, 5, 8, 3, 11, 11, 5 കൂടെ കൂട്ടിയ 16. അടുത്ത് നോക്കി 5, 6, 5, 6 കൂടെ കൂട്ടിയ 11. അപ്പോൾ ഇവിടുത്തെ അക്കങ്ങളുടെ തുക 16, ഇവിടുത്തെ അക്കങ്ങളുടെ തുക 11. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കും, എന്തുവാടാ ഈ അക്കത്തുക? അക്കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല മക്കളെ. ഈ കിട്ടിയ അക്കങ്ങളുടെ തുകയെ പിന്നെയും കൂട്ടി നോക്കി ഒരൊറ്റ സംഖ്യയിൽ എത്തിക്കുക. ആ കിട്ടുന്നതാണ് അക്കത്തുക എന്ന് പറഞ്ഞാൽ അക്കങ്ങളുടെ തുക 16. 16, 6, 1 ഉണ്ട് അതിനകത്ത്. 1, 6 കൂടെ കൂട്ടി 7. അപ്പോൾ അക്കങ്ങളുടെ തുക 16, അക്കത്തുക 7. അടുത്ത 1, 1, 2. അപ്പോൾ അക്കങ്ങളുടെ തുക 11, അക്കത്തുക 2. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കാം. 92, 92, 9292. 9 2 കൂടെ കൂട്ടിയ 11. 11 9 കൂടെ കൂട്ടിയ 20. 20 2 കൂടെ കൂട്ടിയ 22. അപ്പോൾ ഇവിടുത്തെ അക്കങ്ങളുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ 22. അക്കത്തുക ചോദിച്ചു കഴിഞ്ഞാൽ 22-ലെ 2 2 കൂടെ കൂട്ടി 4 എന്ന് നമുക്ക് പറയാം. അടുത്തത് 803442. അക്കങ്ങളുടെ തുക വേണം. അക്കങ്ങളെല്ലൂടെ കൂട്ടും. 8 0 8. 0 എന്ന് പറയരുത്, ഗുണിക്കുമ്പോഴാണ് അത്. 8 3 കൂടെ കൂട്ടിയ 11. 11 4 15. 15 2 17. അപ്പോൾ ഇവിടുത്തെ അക്കങ്ങളുടെ തുക 17 അക്കത്തുക എന്ന് പറഞ്ഞാൽ 1 7 വീണ്ടും കൂട്ടി നമുക്ക് 8 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അക്കങ്ങളുടെ തുകയും അക്കത്തുകയും നല്ല വൃത്തിക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ സിമ്പിളി അതിനകത്തിലെ അക്കങ്ങളിലൂടെ കൂട്ടണം. അക്കത്തുക എന്ന് പറഞ്ഞാൽ ആ അക്കങ്ങളുടെ തുകയെ പിന്നെയും കൂട്ടി നോക്കി ഒരൊറ്റ സംഖ്യയിലെത്തുന്നു. അതാണ് അക്കത്തുക. ഒരു 2 3 നോക്കാം. വാ. അടുത്ത മക്കളെ 801. അക്കങ്ങളുടെ തുക കാണാൻ പറഞ്ഞാൽ 8 0 1 കൂടെ കൂട്ടി 9. ഇനി അക്കത്തുക കാണാൻ പറഞ്ഞാൽ ഈ 9-ലുള്ള ആളുകളെ തമ്മിൽ കൂട്ടണം. കൂട്ടാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ അക്കങ്ങളുടെ തുകയും 9, അക്കത്തുകയും 9. ആ കിട്ടിയ അക്കങ്ങളുടെ തുകയിലുള്ള ആളുകളെ പിന്നെയും കൂട്ടി ഒരൊറ്റ സംഖ്യ ആക്കി മാറ്റണം. കൂട്ടാനായിട്ടൊന്നുമില്ല. അതുകൊണ്ട് അക്കത്തുകയും അക്കങ്ങളുടെ തുകയും ഇവിടെ 9. അടുത്ത് നോക്കിയേ 3 5 0. അക്കങ്ങളുടെ തുക എടുക്കണം. 3 5 8. 8 0 കൂടെ ചേർത്ത് 8. അക്കങ്ങളുടെ തുക 8. ഇനി അക്കത്തുക കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കങ്ങളുടെ തുകയിലുള്ള ആളുകളെ കൂട്ടണം തമ്മിൽ. കൂട്ടാനായിട്ടൊന്നുമില്ല. അപ്പോൾ അക്കത്തുകയും എന്ത് തന്നെയാണ്? 8. അടുത്ത 487. 4 8 7. 4 8 12. 12 7 19. അപ്പോൾ അക്കങ്ങളുടെ തുക ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും 19. അക്കത്തുക ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1 9 കൂടെ കൂട്ടി 10 എന്ന് എഴുതാം. പക്ഷേ ഈ 10-ലെ ആളുകളെയും പിന്നെയും നമുക്ക് കൂട്ടാൻ കഴിയും. 10-ലെ ആളുകളെ പിന്നെയും കൂട്ടുമ്പോൾ 1 0 കൂടെ ചേർത്ത് 1. അപ്പോൾ അക്കങ്ങളുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ 19. അക്കത്തുക എത്രയാണെന്ന് ചോദിച്ചാൽ 1. ഓക്കെ. അടുത്തത് 4 5 8 2. 4582-ലെ അക്കങ്ങളുടെ തുക കൂട്ടണം. 4 5 9. 9 8 17.
17 2 19. ഇതാണ് അക്കങ്ങളുടെ തുക. ഇനി അക്കത്തുക ചോദിച്ചു കഴിഞ്ഞാൽ 1 9 കൂട്ടി 10 എന്ന് എഴുതാൻ കഴിയും. ഈ 10നെ എന്തായാലും ഒരൊറ്റ സംഖ്യ അക്കത്തുക. അപ്പം ഈ 10ലെ 1 0 ചേർത്ത് 1. അക്കങ്ങളുടെ തുക 19, അക്കത്തുക 1. സംഭവം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണേ. അപ്പോൾ അക്കങ്ങളുടെ തുക കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കുക. അക്കത്തുക കാണാൻ പറഞ്ഞാൽ ഈ അക്കങ്ങളുടെ തുക കണ്ടുപിടിച്ചിട്ട് അതിലെ ആളുകളെ തമ്മിൽ കൂട്ടി 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 ഒരൊറ്റ സംഖ്യ ആവുന്നതിനും ഒരക്ക ഉള്ള ഒരു സംഖ്യ ആവുന്നതിനും വരെ കൊണ്ടുവരിക. ഓക്കെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അക്കങ്ങളുടെ തുക 9. അക്കത്തുക ഇനിയും കൂട്ടാനായിട്ടൊന്നുമില്ല. ഇങ്ങനെയുള്ള കേസിൽ ഇവിടെ 9 8 അക്കത്തുകയും അക്കങ്ങളുടെ തുകയും സെയിം തന്നെയാണ്. ഇനി ഇതേ സ്ഥാനത്ത് ഇവിടെ നോക്കിയേ, അക്കങ്ങളുടെ തുക 19. അക്കത്തുക എടുക്കാൻ നേരത്തെ 19 ഒന്നുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് 10 വരും. ഈ 10നെയും പിന്നെയും നമുക്ക് കൂട്ടാം. കാര്യം 2 അക്കമായി. ഒരക്ക ആവുന്നതിന് വരെ ചെയ്യണം. 1 0 ചേർത്ത് അക്കത്തുക നമുക്ക് 1 എന്ന് വന്നു. അടുത്ത നോക്ക്, അക്കങ്ങളുടെ തുക 19. അക്കത്തുക എടുക്കാനായിട്ട് ഈ 19നെ കൂട്ടുമ്പോൾ 10 വന്നു. ഈ 10നെ നമുക്കൊരു ഒരൊറ്റ സംഖ്യയിലോട്ട് കൊണ്ടുവരണം. ഒറ്റ അക്കമുള്ള സംഖ്യയിലോട്ട് കൊണ്ടുവരണം. 1 10 0 ചേർത്ത് 1. അപ്പം ഇവിടെ അക്കങ്ങളുടെ തുക 19, അക്കത്തുക 1. ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത കാര്യത്തിലോട്ട് പോവാം. അടുത്തത് ഒരു ചോദ്യമാണ്. ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും ഞാൻ പറയാം. എന്നിട്ട് അത് ചെയ്യാനായിട്ട് ഒരു ചെറിയ ട്രിക്കുണ്ട്. അപ്പോൾ അതുകൂടെ ഞാൻ പറയാം. ശ്രദ്ധയോടെ കേൾക്കുക. 4 5 6 7 എന്നതിൻ്റെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് അടുപ്പിച്ച് വന്ന ഒരു 4 എണ്ണൽ സംഖ്യകളുണ്ട്. 4 5 6 7 എന്നതിൻ്റെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് ശരിക്കും എങ്ങനെയാണ് ചെയ്യുന്നത്? 4 5 6 7 കൂടെ ഗുണിക്കുന്നു. എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? 1 കൂട്ടുന്നു. ശരിക്കും ചെയ്യുന്ന രീതി ഇതാണ്. എത്രമാത്രം സമയം നമുക്ക് ഒന്നാലോചിച്ച് നോക്ക്. 4 × 5 20 ആണ്. 20 × 6 എന്ന് പറയുമ്പോൾ 120 ആണ്. 120 × 7 എന്ന് പറയുമ്പോൾ 120 × 7 120 × 6 72 84 84 840 ഒന്നുകൂടെ ചേർത്ത് 841 എന്ന് വരും. ശരിക്കും ചെയ്യുന്ന രീതി ഇതാണ്. ഇനി ഇത് ചെയ്യാനായിട്ട് ഒരു ഉഡായിപ്പ് ആ പുസ്തകത്തിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. 4 5 6 7 ഏതെങ്കിലും അടുപ്പിച്ച് വരുന്ന 4 എണ്ണൽ സംഖ്യകൾ, അതെന്തോ ആയിക്കോട്ടെ, 1 2 3 4 5 6 7 8 2 3 4 5 അടുപ്പിച്ച് വരുന്ന 4 എണ്ണൽ സംഖ്യകൾ, അവരുടെ ഗുണനഫലത്തോട് 1 കൂട്ടാൻ പറഞ്ഞാൽ, അതായത് അവരെ എല്ലാം കൂടെ ഗുണിച്ചിട്ട് 1 കൂട്ടാൻ പറഞ്ഞാൽ, ഇത് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് ഞാൻ ഉടായ്പ പറയാം. അടുപ്പിച്ച് വരുന്നത് തന്നെ ആയിരിക്കണം, 4 എണ്ണം ഉണ്ടായിരിക്കണം, പെട്ടെന്ന് ചെയ്യാനായിട്ട് ഉടായ്പ പറയാം. നോക്കിക്കോണം. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ ഗുണിക്കുക. 4ഉം 7ഉം 4 7 കൂടെ ഗുണിക്കുമ്പോൾ 28 വരും. ദെൻ ആ 28ൻ്റെ കൂടെ 1 കൂട്ടുക. 1 കൂട്ടിയാൽ എത്ര കിട്ടുമെന്നല്ലേ ചോദിച്ചേക്കുന്നത്. 28ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 29. ഇത്രയും ഓക്കെ ആണോ? ഒന്നുകൂടെ ഒന്ന് പറയാം. 4ഉം 7 കൂടെ ഗുണിക്കുക 28. ആ 28ൻ്റെ കൂടെ 1 കൂട്ടുക 29. ഓക്കെ ആണോ? ഒന്നുകൂടെ പറ. 4ഉം 7 കൂടെ ഗുണിക്കുക 28. ആ 28ൻ്റെ കൂടെ 1 കൂട്ടുക 29. അവരുടെ സ്ക്വയർ എടുത്ത് വെച്ചാൽ മതി. ആൻസർ വളരെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആലോചിക്കും, എന്നെ കാണുന്ന കുഞ്ഞു കുട്ടികളാലോചിക്കും സ്ക്വയർ എന്ന് പറഞ്ഞാൽ 29നെ 2 പ്രാവശ്യം ഗുണിക്കാമെന്ന്. സ്ക്വയർ കാണാനുള്ള ഉടായ്പ നമ്മൾ നേരത്തെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ 29ൻ്റെ സ്ക്വയർ ഡയറക്റ്റ് ആയിട്ട് എടുക്കുക. 29 × 29 നിങ്ങളുടെ സൗകര്യം. ഞാൻ ഇതിങ്ങനെ ചെയ്ത് കാണിക്കാം. 2ൻ്റെ സ്ക്വയർ 4, നമ്മൾ 0 4 എന്ന് എഴുതി 2 എഴുതണമല്ലോ. 9ൻ്റെ സ്ക്വയർ 81. ഇനി 2 9 18. 18 × 2 36, അല്ലെ 2 × 9 18. ആ 18ൻ്റെ ഇരട്ടി 36. അത് എഴുതുമ്പോൾ 6 3. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതണം. ഇങ്ങനെ എഴുതി 1 8 6 14 1 4 3 7 8 0. നമ്മുടെ ആൻസർ 0 8 4 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ 841 സെറ്റ്. ആ ആൻസർ തന്നെയല്ലേ കിട്ടിയേക്കുന്നത്. നോക്ക്, സ്ക്വയർ കാണാനുള്ള ഒരു എളുപ്പവഴിയായത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിൻ്റെ 2ാമത്തെയോ 3ാമത്തെ ഭാഗത്തിൽ ഈ സാധനം സ്ക്വയർ കാണാനുള്ള എളുപ്പവഴി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ പോയി ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ ആണ്. അപ്പോൾ അതുകൂടെ അങ്ങ് സെറ്റാവും കാണാത്തവർ. അപ്പോൾ നമുക്ക് കിട്ടി 841. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം വ്യക്തതയോടെ മനസ്സിലായോ? അതായത്
ഏതെങ്കിലും അടുപ്പിച്ച് വരുന്ന 4 എണ്ണൽ സംഖ്യകളുടെ ഗുണിച്ചിട്ട് അതിൻ്റെ കൂടെ 1 കൂട്ടാൻ പറഞ്ഞാൽ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ ഗുണിക്കുന്നു, അതിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് അവരുടെ സ്ക്വയർ എടുക്കുന്നു. ഒന്നുകൂടെ പറ. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ ഗുണിക്കുന്നു, അതിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് അവരുടെ സ്ക്വയർ വളരെ പെട്ടെന്ന് ടപ്പേന്ന് എടുക്കുന്നു. സെറ്റാണോ? ഒരു 2-3 ചോദ്യങ്ങളൂടെ നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ സെറ്റാവും. നമുക്ക് അതിലോട്ട് പോകാം. അപ്പോൾ മക്കളെ, നമ്മുടെ ചോദ്യം ഇതാണ്. 6, 7, 8, 9 എന്നതിൻ്റെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും? നോക്ക്. അടുപ്പിച്ച് വരുന്ന 4 എണ്ണേ ആവും. 4 എണ്ണൽ സംഖ്യകളുണ്ട്. ആ എണ്ണൽ സംഖ്യകൾ ഗുണിച്ചിട്ട് 1 കൂട്ടാനാണ് പറയുന്നത്. അത് പെട്ടെന്ന് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, 1 കൂട്ടുക. ആദ്യത്തെ അവസാനത്തെ സംഖ്യ 9 6 54. 54ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 55. മക്കളെ, ഈ 55ൻ്റെ സ്ക്വയർ അങ്ങ് എടുത്ത് വെച്ചാൽ മതി, സംഭവം സെറ്റാ. 55ൻ്റെ സ്ക്വയർ നമുക്ക് പല രീതിയിൽ എടുക്കാം. 55 × 55 എടുക്കാം, ഇങ്ങനെ വരച്ചെടുക്കാം. അതിലും പെട്ടെന്ന് ഞാൻ വേറൊരു ടൈപ്പ് അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. 5ൽ അവസാനിക്കുകയാണെങ്കിൽ 25. പുറയിലോട്ടുള്ള സംഖ്യ 5ഉം 5 കഴിഞ്ഞ് വരുന്ന സംഖ്യ 6ഉം 5ഉം 6 കൂടെ ഗുണിച്ച് 30. നമ്മുടെ ആൻസർ 3025 എന്ന് സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ പറയാം. ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ സ്ക്വയർ എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ. 1, 2, 3, 4 എന്നതിൻ്റെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും? നോക്കണം. അടുപ്പിച്ച് വരുന്ന 4 എണ്ണൽ സംഖ്യ. ആ 4 എണ്ണൽ സംഖ്യ ഏതും ആയിക്കോട്ടെ, 4 എണ്ണൽ സംഖ്യയുടെ കൂടെ ഗുണിച്ചിട്ട് 1 കൂട്ടണമെന്നാണ് പറയുന്നത്. പെട്ടെന്ന് കാണാനായിട്ട് ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ ഗുണിക്കുന്നു. 4 1 4. ആ 4ൻ്റെ കൂടെ 1 കൂട്ടി 5. അതിൻ്റെ സ്ക്വയർ അങ്ങ് എടുത്ത് വെച്ചാൽ മതി. 5ൻ്റെ സ്ക്വയർ 5 5 25. സംഭവം സെറ്റ്. 2 നോക്കാം. അടുത്ത 5, 6, 7, 8 എന്നതിൻ്റെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും? നോക്കിയപ്പോഴേ മനസ്സിലായി. അടുപ്പിച്ചുള്ള 4 എണ്ണൽ സംഖ്യ. ഈ 4 എണ്ണൽ സംഖ്യകൾ ഗുണിച്ചിട്ട് 1 കൂട്ടാനാണ് പറയുന്നത്. അതിനേക്കാൾ എളുപ്പത്തിൽ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ ഗുണിച്ചിട്ട് 1 കൂട്ടാം തൽക്കാലം. 5 8 40. 40ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 41. ഈ 41ൻ്റെ സ്ക്വയർ എടുത്താൽ ആൻസറായി. 41ൻ്റെ സ്ക്വയർ പെട്ടെന്ന് എങ്ങനെ എടുക്കുന്നത്? 4ൻ്റെ സ്ക്വയർ 16. 1ൻ്റെ സ്ക്വയർ 1 എന്ന് എഴുതുന്നതിന് പകരം 0 1 2ആയിട്ട് എഴുതണം. ഇനി 4 1 4. 4ൻ്റെ ഇരട്ടി 8. 4 1 4. 4ൻ്റെ ഇരട്ടി 8. ഇങ്ങനെ എഴുതാം. 8 1 8 6 1. നമ്മുടെ ആൻസർ കിട്ടും 1681. 41ൻ്റെ സ്ക്വയർ ഒന്നുകിൽ സൈഡിൽ കൊണ്ടുപോയി 41 × 41 എഴുതിയാലും മതി, നിങ്ങളുടെ സൗകര്യം. 0 8 എന്ന് എഴുതി. അപ്പോൾ ഇതെല്ലാം കൂട്ടിയപ്പോൾ നമ്മുടെ ആൻസർ 1681 എന്ന് വന്നു. അടുത്തത് 8 9 10 11 എന്നതിൻ്റെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും? പെട്ടെന്ന് ചെയ്യാനായിട്ടൊരു കാര്യം പറയാം. നോക്കുക. 4 എണ്ണൽ സംഖ്യകളാണ്. ഈ 4 എണ്ണൽ സംഖ്യകൾ ഗുണിച്ചിട്ട് 1 കൂട്ടാനാണ് പറയുന്നത്. അതിനൊരു എളുപ്പ വഴി നമ്മുടെ SCERTയുടെ ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയുടെ ഗുണിക്കുന്നു, 1 കൂട്ടുന്നു, ദെൻ അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. 11 8 88. 88ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 89. 88ൻ്റെ സ്ക്വയർ എടുത്തിട്ട് 1 കൂട്ടരുത്, അങ്ങനെയല്ല, എല്ലാം കൂടെ 11 8 88. 88ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 89. ആ 89ൻ്റെ സ്ക്വയർ എടുക്കുക മക്കളെ, സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ നോക്കുക. 8ൻ്റെ സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാം 64. 9ൻ്റെ സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാം 81. 8 9 നമുക്കറിയാം 72. 72ൻ്റെ ഇരട്ടി 144. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് എഴുതുന്നത് 4 4 1 1 1 12 1 4 4 8 9 6 1 7. നമ്മുടെ ആൻസർ വളരെ സിമ്പിളായിട്ട് കിട്ടും, 7921 എന്ന സെറ്റ്. അപ്പോൾ ഇവിടെ പഠിച്ച കാര്യം ഒന്നുകൂടെ പറയുന്നു, മറക്കണ്ട. ഏതെങ്കിലും അടുപ്പിച്ച് വരുന്ന 4 എണ്ണൽ സംഖ്യകൾ, ഒന്നുകൂടെ പറയുന്നു, അടുപ്പിച്ച് വരുന്ന 4 എണ്ണൽ സംഖ്യകൾ ഗുണിച്ചിട്ട് പരസ്പരം ഗുണിച്ചിട്ട് 1 കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ ഗുണിച്ച് 1 കൂട്ടിയ ശേഷം അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഒന്നുകൂടെ വൺസ് അഗെയിൻ, ഏതെങ്കിലും അടുപ്പിച്ച് വരുന്ന 4 എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ട് 1 കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിച്ച് വരുന്ന 4 എണ്ണൽ സംഖ്യകൾ തന്നെ ആയിരിക്കണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ ഗുണിച്ചിട്ട് 1 കൂട്ടുന്നു, അവരുടെ സ്ക്വയർ. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ ഗുണിച്ചിട്ട് 1 കൂട്ടുന്നു, അവരുടെ സ്ക്വയർ. ഓക്കെ. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും 88. 88ൻ്റെ കൂടെ 1 കൂട്ടി 89.
89ന്റെ സ്ക്വയർ എടുത്തു. സിമ്പിളായിട്ട് കിട്ടുന്നു. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ ഗുണിച്ചിട്ട് 1 കൂട്ടിയിട്ട് സ്ക്വയർ എടുത്തു. സെറ്റ്. അടുത്ത കാര്യത്തിലോട്ട് വാ. അപ്പോൾ അടുത്തത് ഈ പുസ്തകത്തിൽ പറയുന്നത് ഗുണിക്കാനുള്ള ഒരു എളുപ്പവഴിയാണ്. ഞാൻ 5 ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഈ 5 ക്വസ്റ്റ്യൻ വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാം എന്നാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. ഞാൻ പറഞ്ഞല്ല, പുസ്തകത്തിൽ തന്നെ പറയുന്നതാണ്. നോക്കാം. 225 × 98 പ്ലസ് 225 × 2. ഇത് ശരിക്കും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കും. ബോർഡ് മാസിൻ്റെ അകത്ത് ബ്രാക്കറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആദ്യം വരും. 225 × 98 ചെയ്യും. ദെൻ 225 × 2 ചെയ്യും. ദെൻ അത് രണ്ടും കൂടെ നമ്മൾ കൂട്ടും. ശരിക്കും ചെയ്യുന്ന രീതി ഇതാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെയും ഒരു 25 ഉണ്ട്, 225 ഉണ്ട്, ഇവിടെയും ഒരു 225 ഉണ്ട്. രണ്ടിടത്തും ഒരു 225 കോമൺ ആണ്. 225 രണ്ടിടത്തും കോമൺ ആണെങ്കിൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ 98 രണ്ടും കൂടെ കൂട്ടി എത്രയാണ്? 100. 98 രണ്ടും കൂടെ കൂട്ടി എത്രയാണ്? 100. 225 കോമണായ 225നെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 225 × 100 എന്ന് പറഞ്ഞാൽ 225 2 0 22,500 സെറ്റ്. ഇതെങ്ങനെയാണ് പെട്ടെന്ന് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ രണ്ടിടത്തും ഒരു 225 ഉണ്ട്, അത് കോമൺ എടുത്തു. 225 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 98 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. 98 + 2 100 ആണ്. അത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അടുത്ത നോക്കിക്കേ. 45 × 92 പ്ലസ് 45 × 8. രണ്ടിടത്തും ഒരു 45 ഉണ്ട്. ആ 45 നമ്മൾ കോമൺ ആയിട്ട് എഴുതിയ ശേഷം പ്ലസ് ആയതുകൊണ്ട് 92 8 കൂടെ കൂട്ടി 100 എന്ന് എഴുതി. 45 × 100. നമ്മുടെ ആൻസർ വളരെ സിമ്പിളായിട്ട് കിട്ടുന്നു, 4500. അടുത്ത നോക്കിക്കേ. 115 × 88, 115 × 12. ഇവിടെയും 115 കോമൺ ആണ്, ഇവിടെയും 115 കോമൺ ആണ്. കോമണായ 115 × 88 12 കൂടെ കൂട്ടി എഴുതി. 88 12 കൂടെ കൂട്ടി എഴുതിയാൽ 100 ആണ്. 115 × 100 1152 0. 100 കൊണ്ട് ഗുണിക്കാന്ന് പറഞ്ഞാൽ 2 0 കൊടുക്കാന്ന. അടുത്തത് 132 × 7 പ്ലസ് 132 × 993. ഇവിടെയും 132 കോമൺ ആണ്, ഇവിടെയും 132 കോമൺ ആണ്. അപ്പം 132 എഴുതി ഇൻറ്റു കോമണായ 7 993 കൂടെ കൂട്ടി. 7 993 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1000 ആണ്. 132 × 1000. 132 × 1000 എന്ന് പറഞ്ഞാൽ 132 എഴുതി 3 0. സംഭവം സെറ്റ്. ഇത് ഒരുപാടിടത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പവഴിയാണ്. നമുക്കൊരു 3-4 ചോദ്യ മോഡൽ ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഒപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ഇപ്പോൾ എഴുതിയിടും. വീഡിയോ പോസ് ചെയ്യണം, ഒന്ന് ട്രൈ ചെയ്യണം, എന്നിട്ട് എൻ്റെ ആൻസർ നോക്കണം. സെറ്റ്. അടുത്ത 12 × 5 പ്ലസ് 12 × 2. ഇവിടെയും 12 കോമൺ, ഇവിടെയും 12 കോമൺ. 12 × 5 2 കൂടെ കൂട്ടി 7. പ്ലസ് ആയതുകൊണ്ട് കൂട്ടുന്ന, മൈനസ് ആകുമ്പോൾ കുറയ്ക്കുകയൊക്കെ ചെയ്യും. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അത് നമ്മൾ പഠിക്കും. 12 × 7. 12 × 7 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ 84 എന്ന് വരും. ഇനി അടുത്ത് നോക്ക്. 3 × 5 പ്ലസ് 3 × 2. ഇവിടെയും 3 കോമൺ, ഇവിടെയും 3 കോമൺ. അപ്പോൾ കോമണായ 3 × 5 2 കൂടെ കൂട്ടി എഴുതി 7. 3 × 7 നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് കിട്ടുന്നു 21. അടുത്തത് 11 × 40 പ്ലസ് 11 × 10. ഇവിടെയും 11 കോമൺ ഉണ്ട്, ഇവിടെയും 11 കോമൺ ഉണ്ട്. കോമണായ 11 എഴുതി. 11 × 40 10 കൂടെ കൂട്ടി എഴുതി 50. 11 × 50 55 0. നമ്മുടെ ആൻസർ 550. ഇനി കുറച്ചുകൂടെ വ്യത്യസ്തമായ ചോദ്യം. 3 പേരുണ്ട്. 4 × 9 പ്ലസ് 4 × 11 പ്ലസ് 4 × 7. ഇവിടെയും 4 കോമൺ, ഇവിടെയും 4 കോമൺ, ഇവിടെയും 4 കോമൺ. കോമണായ 4 എഴുതി. 4 × 9 11 7 കൂടെ കൂട്ടി എഴുതണം. പ്ലസ് ആയതുകൊണ്ടാണ് കൂട്ടുന്നത്. 9 11 20 ആണ്. 20 7 കൂടെ കൂട്ടി 27. ഒന്നുകൂടെ കോമണായ 4 × 9 11 7 കൂടെ കൂട്ടി എഴുതി. 9 11 20 ആണ്. 20 7 കൂടെ കൂട്ടി 27. 4 × 27 എന്താണോ അതാണ് നമ്മുടെ ആൻസർ. 27 × 2 54. അപ്പം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് കിട്ടുന്നു 108. ഈ ഒരു ടെക്നിക്ക് നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് പ്ലസ് ചെയ്യാൻ മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ മൈനസ് വന്നാലും തമ്മിലുള്ള കുറച്ചതൊക്കെ നോക്കിയാൽ മതി. മുമ്പോട്ട് പോകുന്ന ക്ലാസ്സുകളിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ആണോ? ഓക്കെ. ഇനി ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. ചോദ്യം ഇങ്ങനെയാണ്. 1 മുതൽ
5 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ ഗുണിച്ചാൽ ഗുണനഫലത്തിൻ്റെ അവസാനത്തെ അക്കം ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് വളരെ സിമ്പിളായ ചോദ്യമാണ്. 1 മുതൽ 5 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5. ഇതാണ് 1 മുതൽ 5 വരെയുള്ള എണ്ണൽ സംഖ്യകൾ. ഇനി അവ എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 6, 6, 4, 24, 24, 5, 120 കിട്ടും. ആ 120ൻ്റെ അവസാനം 0 ആണെന്ന് നമ്മളെ പോലുള്ള എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുണിച്ച് നോക്കിയിട്ട് ഉത്തരം എഴുതുകയും ചെയ്യാം. അവസാനത്തെ അക്കം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഗുണിക്കുമ്പോൾ 120 കിട്ടും. അവസാനത്തെ അക്കം ഏതാണ്? ഞാനിനി സിമ്പിളായ ഒരു കാര്യം പറയാം. എന്നെ കാണുന്ന ഒരു സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതിയിട്ടാലും നല്ലതാണ്. 5ഉം ഒരു ഇരട്ട സംഖ്യയും തമ്മിൽ ഗുണിക്കുകയാണെങ്കിൽ, അതായത് 5ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയും ഒരു ഇരട്ട സംഖ്യയും ഗുണിക്കുന്നതിലുണ്ടെങ്കിൽ അത് അവസാനിക്കുന്നത് എപ്പോഴും 0-ലായിരിക്കും. ഇപ്പം ഇവിടെ തന്നെ നോക്കാം. 5ഉം ഒരു ഇരട്ട സംഖ്യ ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്. 5ഉം 4 കൂടെ ഗുണിച്ചാൽ 20 ആണ്. 5ഉം 2 കൂടെ ഗുണിച്ചാൽ 10 ആണ്. ഇപ്പം എങ്ങനെ പോയാലും അവസാനിക്കുന്നത് 0-ലായിരിക്കും. ഞാൻ പറഞ്ഞ പോയിന്റ് എവിടെങ്കിലും എഴുതി വെച്ചോളാം. 5ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയും ഒരു ഇരട്ട സംഖ്യയും ഉണ്ടെങ്കിൽ തമ്മിൽ ഇനി എത്ര സംഖ്യ എഴുതിക്കോട്ടെ ഗുണിക്കുമ്പോൾ അവസാനിക്കുന്നത് 0-ലായിരിക്കും. ഇപ്പോൾ ഒരു 5ഉം 4, 7. 5 ഒരു ഇരട്ട സംഖ്യ ഉണ്ട്. നിങ്ങൾ എങ്ങനെ ഗുണിച്ച് നോക്കിയാൽ ഇതിൻ്റെ അവസാനം 0-ൽ അവസാനിക്കും. അക്കം 0 ആയിരിക്കും അവസാനത്തേത്. വേറെ ഉദാഹരണം പറയാം. 5, 11, 18, 13, 20 ഇങ്ങനെ പോകുന്നു. അല്ലെങ്കിൽ 5ഉം വലിയ സംഖ്യയൊന്നും നോക്കണ്ട നിങ്ങൾ. 5ഉം ഒരു ഇരട്ട സംഖ്യയാണ്. ഉറപ്പായിട്ടും ഇത് അവസാനിക്കുന്നത് 0-ലായിരിക്കും. വേറെ ഉദാഹരണം നോക്കാം. 15, 13, 12, 21 ഇങ്ങനെ പോകുന്നു. 5ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുമുണ്ട്, ഇരട്ട സംഖ്യയായ 12ഉം ഉണ്ട്. ഇത് അവസാനിക്കുന്നത് ഉറപ്പായിട്ടും 0-ലായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായി. വേറെണ്ണം പറയാം. 55, 37, 21, 26 ഇങ്ങനെ പോകുന്നു. 5ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുമുണ്ട്, ഒരു ഇരട്ട സംഖ്യയുമുണ്ട്. ഇത് നിങ്ങൾ എങ്ങനെ ഗുണിച്ചു വെച്ചോളാം. 5ൽ അവസാനിക്കുന്ന സംഖ്യയോ 5ഓ ഉണ്ടെങ്കിൽ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇരട്ട സംഖ്യയും ഉണ്ടെങ്കിൽ, ഇതെങ്ങനെ ഗുണിച്ചാലും അവസാനിക്കുന്നത് എന്തിലായിരിക്കും? 0-ലായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് വ്യക്തതയോടെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 5ഓ 5ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയോ കൂട്ടത്തിൽ ഒരു ഇരട്ട സംഖ്യയുമുണ്ട്. ഇനി എത്ര സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലും അവസാനിക്കുന്നത് 0-ലായിരിക്കും. ഒന്നുകൂടെ എൻ്റെ ഒപ്പം പറഞ്ഞു നോക്കുക. 5 തന്നെ വേണമെന്നില്ല, 5ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയും ഒരിരട്ട സംഖ്യയും കൂടെ ഉണ്ടെങ്കിൽ ഇനി എല്ലാവരെയും കൂടെ ഗുണിക്കുമ്പോഴും അവസാനിക്കുന്നത് എന്തിൽ തന്നെ ആയിരിക്കും? 0-ലായിരിക്കും. ഇവിടെ നോക്ക്. 1 മുതൽ 5 വരെയുള്ള തുടർച്ചയായ എണ്ണസംഖ്യകൾ ഗുണിച്ചാൽ ഗുണനഫലത്തിൻ്റെ അവസാനത്തെ അക്കം ഏത്? 1 മുതൽ 5 വരെക്കകത്ത് 5ഉം ഉണ്ട്, ഒരു ഇരട്ട സംഖ്യയായ 2 ഉണ്ട്, അല്ലെ ഇരട്ട സംഖ്യയായ 4 ഉണ്ട്. 5ഉം ഒരു ഇരട്ട സംഖ്യയുണ്ട്. ഉറപ്പായിട്ടും അവസാനിക്കുന്നത് ഒരു 0-ലായിരിക്കും. ഓക്കെ, ഇനി 1 മുതൽ 5 വരെന്നതിന് പകരം 1 മുതൽ 15 വരെ എന്നായിരിക്കട്ടെ. അപ്പോൾ അതിനകത്ത് ആരൊക്കെയുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 15 ഉണ്ട്. 15ഉം ഒരു ഇരട്ട സംഖ്യ വന്നു, അല്ലെ 5ഉം ഒരു ഇരട്ട സംഖ്യ വന്നു. ഉറപ്പായിട്ടും അവസാനിക്കുന്നത് 0-ലായിരിക്കും. ഇത് ഗുണിച്ച് നോക്കേണ്ട കാര്യമില്ല, ചാടിക്കേറി നമുക്ക് ടിക്ക് ചെയ്യാം. അപ്പം ഞാൻ ഈ പറഞ്ഞ റൂള് എൻ്റെ ഒപ്പം ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കേ. 5ഉം ഒരു ഇരട്ട സംഖ്യയും വന്നു, അല്ലെങ്കിൽ 5ൽ അവസാനിക്കുന്ന ഏതെങ്കിലും ഒരു സംഖ്യ 15, 25, 35, 455 അങ്ങനെ 5ൽ അവസാനിക്കുന്ന ഏതെങ്കിലും ഒരു സംഖ്യയും ഒരു ഇരട്ട സംഖ്യയും ഉണ്ടെങ്കിൽ ഇനി എത്ര സംഖ്യകളുണ്ടായാലും എല്ലാം കൂടെ ഗുണിക്കുന്നത് അവസാനിക്കുന്നത് അവസാനത്തെ അക്കം ഒരു 0-ലായിരിക്കും. ഒന്നുകൂടെ എൻ്റെ ഒപ്പം പറ. 5ഉം ഒരു ഇരട്ട സംഖ്യയും വന്നു. 5ഉം പിന്നെ കൂട്ടത്തിൽ 2, 4, 12, 16 എന്തേലും ആയിക്കോട്ടെ, കൂട്ടത്തിൽ ഒരുപാട് സംഖ്യയുണ്ട്. ഗുണിച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് അക്കം ഏതായിരിക്കും? ഒബ്വിയസ്ലി അത് 0 ആയിരിക്കും. ഇനി 5 തന്നെ ആവണമെന്നില്ല, 5ൽ അവസാനിക്കുന്ന ഏതെങ്കിലും ഒരു സംഖ്യ 45, 55 അങ്ങനെ 355 അങ്ങനെ 5ൽ അവസാനിക്കുന്ന ഏതെങ്കിലും ഒരു സംഖ്യയും കുറേ സംഖ്യകളോട് എഴുതി വെച്ചേക്കുന്നു. അത് ഗുണിക്കുമ്പോൾ അവസാനിക്കുന്നത് ഏതക്കത്തിലാണെന്ന് നമ്മളോട് ചോദിക്കുന്നു. നമ്മൾ നോക്കണം. 5ൽ അവസാനിക്കുന്ന സംഖ്യയുമുണ്ട്, എവിടെങ്കിലും ഒരു ഇരട്ട സംഖ്യയുണ്ട്. ഒരുപാടെണ്ണം ഉണ്ടാവണം നിർബന്ധമില്ല, ഇനി ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും മതി. ഏതെങ്കിലും ഒരു ഇരട്ട സംഖ്യയും 5ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുമുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് എത്ര പ്രാവശ്യം ഗുണിച്ചു നോക്കി ആൻസർ എഴുതിയാലും അതിൻ്റെ അറ്റം അവസാനത്തെ അക്കം 0 ആയിരിക്കും. റൂള് മനസ്സിലായേ? ഓക്കെ ആണേ? സെറ്റാണേ? നമ്മുടെ പുസ്തകത്തിൽ തന്നിട്ടുള്ള ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട്, വ്യത്യസ്തമായ ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ സംഖ്യാലോകം എന്ന് പറയുന്ന ആദ്യത്തെ പാഠം അവസാനിപ്പിക്കാം. ചോദ്യം ഇങ്ങനെയാണ്. 2 സ്ഥാനാർത്ഥികൾ മാത്രം മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിയായ സ്ഥാനാർത്ഥിക്ക്
3,74,436 വോട്ടും എതിർ സ്ഥാനാർത്ഥിക്ക് 2,93,760 വോട്ടും ലഭിച്ചു. 1,436 വോട്ടുകൾ അസാധുവായി. 2 ചോദ്യമുണ്ട്, ഏത് വേണമെങ്കിലും ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം എത്ര പേരാണ് വോട്ട് ചെയ്തത്, രണ്ടാമത്തെ ചോദ്യം ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എത്രയാണ്. 2 ചോദ്യം. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, 2 പേര് മാത്രമുള്ള ഒരു ഇലക്ഷൻ. ആ ഇലക്ഷനിൽ ജയിച്ചവന് 3 ലക്ഷത്തി സംതിങ് വോട്ട് കിട്ടി, തോറ്റവന് എത്രയാണ് 2 ലക്ഷത്തി സംതിങ് വോട്ട് കിട്ടി. ഇനിയും ആ വോട്ട് ചെയ്തവരിൽ 1,436 പേര് തെറ്റായിട്ട് വോട്ട് ചെയ്തോ എന്തോ വോട്ടുകൾ അസാധുവായി പോയി. അപ്പം നമ്മളോട് ഇവിടെ നിന്ന് ആദ്യത്തെ ചോദ്യം എത്ര പേരാണ് വോട്ട് ചെയ്തത്. നമുക്കറിയാം ജയിച്ചവന് കിട്ടിയ മുഴുവൻ വോട്ട് എന്ന് പറയുന്നത് 3,74,436 തോറ്റവന് കിട്ടിയ മുഴുവൻ വോട്ടെന്ന് പറഞ്ഞാൽ 2,93,760 വോട്ടാണ്. ഇത് ജയിച്ചവൻ്റെ വോട്ട്, ഇത് തോറ്റവൻ്റെ വോട്ട്. ആകെ വോട്ട് എത്ര ഉണ്ട് എന്നെടുക്കുമ്പോൾ അസാധുവായ വോട്ടുകൂടെ നോക്കിയേ പറ്റുള്ളൂ. കാര്യം അസാധുവായവരും ചെയ്തത് വോട്ട് തന്നെയാണ്, പക്ഷെ കൃത്യമായി രേഖപ്പെടുത്താത്തതുകൊണ്ടാണോ എന്തോ വോട്ട് അസാധുവായി പോയി. അപ്പോൾ 1,436 വോട്ടുകൾ അസാധുവായി. അപ്പോൾ ടോട്ടൽ വോട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. ജയിച്ചവൻ്റെ വോട്ട്, തോറ്റവൻ്റെ വോട്ട്, അസാധുവായ വോട്ട്. അപ്പം മൊത്തം വോട്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടുന്നു. 12 1 6 3 9 3 12 13 1 7 4 11 4 15 16 1 4 3 7 1 8 1 9 1 ഇനി 9 ഒന്നില്ല 7 9 16 1 3 2 5 ഒന്നുകൂടെ ചേർത്ത് 6. അപ്പോൾ ആകെ വോട്ടെന്ന് പറയുന്നത് 6,69,632 ആകെ വോട്ടുകളുടെ എണ്ണം. ഓക്കെ, സിമ്പിൾ. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എന്ന്. മക്കളെ വളരെ സിമ്പിളായി എല്ലാവരോടും പറയാണ്, ഭൂരിപക്ഷം ഇംഗ്ലീഷിൽ മെജോറിറ്റി. ഈ വാക്ക് എവിടെ കണ്ടാലും ഓർത്തോളാം, അത് വ്യത്യാസമാണ്. ജയിച്ചവനും തോറ്റവനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഭൂരിപക്ഷം എന്നൊരു വാക്ക് എവിടെ കേട്ടാലും ഓർത്തോളാം, ജയിച്ചവൻ്റെ വോട്ടും തോറ്റവൻ്റെ വോട്ടും തമ്മിലുള്ള വ്യത്യാസം. ഭൂരിപക്ഷം എന്നൊരു വാക്ക് എവിടെ കേട്ടാലും ഓർത്തോളാം, ജയിച്ചവനും തോറ്റവനും തമ്മിലുള്ള വ്യത്യാസം. ജയിച്ചവൻ്റെ വോട്ട് 3,74,436 തോറ്റവൻ്റെ വോട്ട് 2,93,760 ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് ഓൾവേസ് മെജോറിറ്റി ഭൂരിപക്ഷം. ഓക്കെ, അവിടെ അസാധുവായ വോട്ടുകൾ നോക്കണ്ട. ഇപ്പോൾ ഒരാൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഞാനും നിങ്ങളും തമ്മിൽ ഇലക്ഷൻ നിന്നു, എനിക്ക് 154 വോട്ട് കിട്ടി, നിങ്ങൾക്ക് 140 വോട്ട് കിട്ടി. അസാധുവായത് എന്തേലും ആയിക്കോട്ടെ, എനിക്ക് 154, നിങ്ങൾക്ക് 140, ഞങ്ങൾ തമ്മിലുള്ള ഭൂരിപക്ഷം അല്ലെങ്കിൽ നിങ്ങളെക്കാൾ എനിക്ക് 14 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് എന്ന് പറഞ്ഞാൽ ജയിച്ചവനും തോറ്റവനും തമ്മിലുള്ള വ്യത്യാസമാണ് ഭൂരിപക്ഷം. ഭൂരിപക്ഷം കാണാൻ പറഞ്ഞാൽ ജയിച്ചവൻ്റെ വോട്ടും തോറ്റവൻ്റെ വോട്ടും തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി. 6ൽ നിന്ന് 0 പോയാൽ 6 തന്നെ, 3ൽ നിന്ന് 6 പോകാൻ പറ്റത്തില്ല. അപ്പോൾ 13ൽ നിന്ന് 6 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ്? 7. ഇനിയും 13ൽ നിന്ന് 7 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6. ഇനി 3ൽ നിന്ന് 0 പോയാൽ അത് 3 തന്നെയാണ്. കാര്യം ഒരൊന്ന് അവിടോട്ട് കൊടുത്തത് 3 ആയിരുന്നു. 7ൽ നിന്ന് 9 പോകാൻ പറ്റത്തില്ല. അപ്പോൾ 17ൽ നിന്ന് 9 പോയാൽ അത് 8. ഇനി ഇവിടെ 2 ഉള്ളൂ. 2ൽ നിന്ന് 2 പോയാൽ 0. അപ്പോൾ ജയിച്ചവനും തോറ്റവനും തമ്മിലുള്ള വ്യത്യാസം, ജയിച്ചവൻ്റെ വോട്ടും തോറ്റവൻ്റെ വോട്ടും തമ്മിലുള്ള വ്യത്യാസം 80,676. ഈ വ്യത്യാസം തന്നെയാണ് ഭൂരിപക്ഷം. അപ്പോൾ എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം അല്ലെ ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ 80,676 സെറ്റ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് 5ാം ക്ലാസ്സിൻ്റെ പുസ്തകത്തിലെ സംഖ്യാലോകം എന്ന് പറഞ്ഞ ആദ്യത്തെ ടോപ്പിക്കാണ്, ആദ്യത്തെ ചാപ്റ്ററാണ് കണ്ടത്. അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക. ക്ലാസ് കണ്ട ശേഷം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോയിട്ട് ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ടെലിഗ്രാം ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക. 12 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ആൻസർ കീ ഇടും. അതുകൂടെ നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് ഒത്തു നോക്കുക. തെറ്റിപ്പോയത് വീണ്ടും 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 ചെയ്തു നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു തുടക്കമാണ് ഈ 5ാം ക്ലാസ്. ഇത് ഈ ഒരു പ്ലേലിസ്റ്റ് SCRT സീരീസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചെറിയൊരു തുടക്കം മാത്രമാണ്. നമ്മൾ 5ാം ക്ലാസ്സിൽ തുടങ്ങുന്നു.
പതുക്കെ 5ാം ക്ലാസ്സിന് ഇനിയും ബാക്കി 7 ചാപ്റ്റേഴ്സ് കൂടെ ഉണ്ട്. മൊത്തം 8 ചാപ്റ്ററാണ് 5ാം ക്ലാസ്സിൽ. പതുക്കെ 6ാം ക്ലാസ് തീർക്കുന്നു, 7ാം ക്ലാസ് തീർക്കുന്നു, ദെൻ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, ഇങ്ങനെ പടിയായിട്ട് 10 വരെയുള്ള SCERT ബുക്കുകൾ നമ്മൾ തീർത്തിരിക്കും ഉറപ്പായിട്ടും. 5ൽ നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ ഈ പ്രിലിംസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാ ഞായറാഴ്ചയും ചെയ്യാനായിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. എന്നാൽ ഒരു കാര്യം കൂടെ പറയാം, ഈ പ്രിലിംസിനുള്ള ടോപ്പിക്ക് നമ്മൾ ഇതിൻ്റെ പാരലായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്ക് പ്രിലിംസിനുള്ള 16 ടോപ്പിക്കിൽ ഒരു പകുതി കൂടുതൽ ടോപ്പിക്ക് കൂടെ ആകുമ്പോഴത്തേക്കിന് ഇതെല്ലാ ശനിയും ഞായറുമായിട്ട് നിങ്ങൾക്ക് തരാം. ഒരാഴ്ച 2 ദിവസം വെച്ച് തരാനായിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം, 5ാം ക്ലാസ്സിലെ കുട്ടികൾ വല്ലതും ഉണ്ടെങ്കിൽ അവർ ഓൾറെഡി ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ പോർഷൻ പഠിച്ചിട്ടുണ്ടാവും, സംഖ്യാലോകം എന്നുള്ളത്. എന്നാലും ഒന്നുകൂടെ കാണിച്ചു നോക്കുക, അവർക്ക് പ്രയോജനപ്പെടാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇതിനകത്തിലുണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട, ഷെയർ ചെയ്യുന്ന കാര്യം മറക്കണ്ട, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുന്ന കാര്യം മറക്കണ്ട. തൊട്ടടുത്ത ദിവസങ്ങളിൽ തൊട്ടടുത്ത ക്ലാസ്സുമായി വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജെറി.